Hallelujah. We worship you, Lord. Hallelujah. Hallelujah. Hallelujah.
അയച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ ഞാൻ കിടനിച്ച് മാറത്ത് പൊൻകശ കെട്ടിയവരായി മനുഷ്യപുത്രനോട് സദസ്സിനായിരുന്നു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് പൊട്ടത് കാൽ ഉദയം ചുട്ടു പഠിപ്പിച്ച വെള്ളോട് സദൃശ്യം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തരയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ ശബ്ദം, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയാണ്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ നീട്ടി. അവന്റെ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യോഹന്നാൻ ദർശനത്തിൽ കണ്ട അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ, സ്വന്തം ജീവനേക്കാൾ നമ്മളെ സ്നേഹിച്ച നല്ല ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയുണ്ട്. എത്ര പേർ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം തിരിച്ചു നമുക്ക് നമ്മുടെ നാഥനെ ദർശിക്കുവാൻ കഴിയുമോ? Amen.
the most holy name of God this evening. എനിക്ക് ലഭിച്ച നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഇങ്ങനൊരു അവസരം തന്ന ദൈവത്തോടുള്ള നന്ദി ആദ്യം പറയട്ടെ. I thank God for this great opportunity God has given to me to come and stand before you, and first and foremost I would like to thank God for that. രണ്ട്, എനിക്ക് ഇങ്ങനൊരു അവസരം ക്രമീകരിച്ചു തന്ന ഇതിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് പാസ്റ്റർ ഷാജിയോടും ഉള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കട്ടെ. Secondly, I would like to extend my thanks and gratitude to the organizers of this conference, especially Pastor Shaji Daniel. എന്നെ പോലെയോ എന്നേക്കാൾ ശക്തരോ ആയ കർത്തൃദാസന്മാർ ദൈവമക്കൾ എൻ്റെ മുമ്പിലുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. I praise God for all the servants of God who are serving God in different capacities. In some ways they are being used by God even more mightier than me. ബാംഗ്ലൂർ സഭയിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ ഇവിടെയുള്ള ദൈവസഭകളെ അറിയിക്കട്ടെ. And I would like to bring the greetings of our Bangalore church to all the churches that are represented here tonight. യെശയ്യാവിൻ്റെ പുസ്തകം 60-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. We all started this evening from the book of Isaiah chapter 60 verse 1. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. Says, arise and shine, for your light has come and the glory of the Lord has risen upon you. എഴുന്നേൽക്കുക, പ്രകാശിക്കുക എന്നുള്ള രണ്ടാശയങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഇരട്ട കൽപ്പനയായി ലഭിച്ച കൽപ്പനയാണിത്. And it is a command, dual command given by God, which comes in the words arise and shine. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നതൊരു ആശയമല്ല, പകരം അതൊരു കൽപ്പനയാണ്. And it is not just a concept or a theme, it's a command of God. പലപ്പോഴും ഒരു കാര്യം മാത്രം കർത്താവ് പറയാറുണ്ട്. Many times God speaks one thing. എന്നാൽ ഈ കൽപ്പനയിൽ രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് ഉൾപ്പെടുത്തി. But in this command that God is giving, there are two things included. എഴുന്നേൽക്കാതെ പ്രകാശിക്കാൻ സാധ്യമല്ല, എഴുന്നേറ്റെങ്കിൽ പ്രകാശിക്കാതെ പോകാൻ It is പാടില്ല. impossible for you to shine unless you arise. So you need to arise for you to shine. പക്ഷേ ഇതിന് രണ്ടിനും ഒരു സമയമുണ്ട്. But there is a time for both to happen. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. And says, for your light has come and the glory of the Lord rises upon you. പ്രകാശം വരാതെ ആർക്കും പ്രകാശിക്കുവാൻ സാധ്യമല്ല. Without the light coming upon a person's life, they cannot shine. നിന്റെ മേൽ യഹോവയുടെ തേജസ് ഉദിച്ചു, ആരുടെ മേൽ ഉദിച്ചോ ആ വ്യക്തിക്ക് മാത്രമേ പ്രകാശിക്കാൻ കഴിയൂ. Says the glory of the Lord rises upon you. Whoever has received the glory of God will only be able to shine for him. അതുകൊണ്ട് ഈ വാക്യം നമുക്ക് ഇങ്ങനെ പറയാം, എഴുന്നേൽക്കേണ്ടതിന് ദൈവത്തിന്റെ സമയമായി. So we can say, rephrase the scriptures in this way, it is time for us to rise up. ആരുടെ പ്രകാശിക്കണം, അവരുടെ മേൽ യഹോവയുടെ തേജസ് വന്നിട്ടുണ്ട്. And whoever needs to shine for God, the glory of God has come upon them for that. എഴുന്നേൽക്കുക എന്നത് ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നൊരു വ്യത്യാസ അവസ്ഥയിൽ ഉണരുക എന്ന് തന്നെ. Arising means coming up out of your current situation and circumstances. അങ്ങനെയാണെങ്കിൽ ദൈവം എഴുന്നേൽക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിൽ പലരും എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ടാണ് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടത്. The reason God is commanding to arise is because many people are still lying down. നാം പലപ്പോഴും നമ്മുടെ വികാരങ്ങളിൽ നാം പ്രയോജനപ്പെടുന്നുവെന്ന് തോന്നുന്നുവെങ്കിലും ദൈവം നോക്കിയിട്ട് പ്രയോജനപ്പെടുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, സമയമായി എഴുന്നേൽക്ക്. Many times we are caught up in our own emotions and we think that we are being used by God, but over here God is making a clear command saying arise. അന്ധകാരം ഭൂമിയെ മൂടുന്നു, കൂരിരുട്ട് ജാതികളെ മുക്കിക്കളയുന്നു. See, the darkness covers the earth and thick darkness is over the people. ചുറ്റുവട്ടത്തിൽ നോക്കുന്നവർക്കറിയാം, ദൈവത്തെ വിട്ട് അന്യമായി പോകുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. When people look around, they come to find out that people are straying away from the path of God, and that's a generation where you and I are living. വട്ടത്തിൽ ഇരുൾ വ്യാപരിക്കുമ്പോഴാണ് പ്രകാശം ലഭിച്ചവൻ എഴുന്നേൽക്കേണ്ടത്. And when there is darkness surrounding or enveloping, that's when a child of God who has received the glory of God need to rise up. നാടിന്റെ സാഹചര്യങ്ങൾ കൊത്തവണ്ണം ഓടുന്നവൻ ഉണർന്നവനല്ല, ഉറങ്ങുന്നവനാ. A person who is running according to the trends and patterns of this world is not a person who has risen up, he is still asleep. കൂരിരുട്ട് ജാതികളെ മൂടുകയാണ്, അന്ധകാരം ദേശത്തിന്മേൽ വ്യാപരിക്കുകയാണ്. Darkness covers the earth and thick darkness is over the peoples. പക്ഷേ ദൈവപ്രകാശം ചില വ്യക്തികളെ ഫോക്കസ് ചെയ്യുന്നു, അവർ എഴുന്നേറ്റേ But മതിയാകുന്നു. the light of God is focusing upon certain people and it's high time for them to rise up. നിന്റെ മേൽ യഹോവയുടെ പ്രകാശം വന്നിരിക്കുന്നു, ജാതികളുടെ മേൽ ഇരുട്ട് മൂടുന്നുവെന്ന് പറയുമ്പോൾ It says the light of God has come upon you, but the peoples
are covered with thick darkness. അന്ധകാരം മുഴു ഭൂമിയെയും മൂടുന്നുവെന്ന് പറയുമ്പോൾ It says when the darkness covers the whole earth. മജോറിറ്റിയെ അല്ല ദൈവം അന്വേഷിക്കുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ എന്നീ വാക്യം ഉറപ്പു തരുന്നു. What it says from the scripture is that God is not looking for a majority people out there, but there are certain chosen ones and God is looking after them. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന് ഒറ്റപ്പെട്ട വ്യക്തികളുടെ മേൽ ദൃഷ്ടിയുണ്ടെങ്കിൽ അവരെ ഉപയോഗിക്കുവാൻ The കഴിയും. God who can do great and mighty things on his own is looking upon chosen people to do something. ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവം സ്വയമായി ഒന്നും ചെയ്യാറില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. The uniqueness of our God is that he does not do anything on his own, but he chooses people to do his bidding. ദൈവം ഒറ്റ മിഷ്യനല്ല. God is not a single person താൻ mission. എപ്പോഴും മറ്റുള്ളവരോട് സഹകരിക്കാവുന്നവരോട് ചേർന്നും സഹകരിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. God always works in cooperation with other people. പക്ഷെ ഇരുട്ടിൽ കിടക്കുന്നവനോടല്ല പ്രകാശിക്കുവാൻ ആവശ്യപ്പെടുന്നത്. ആരുടെ മേൽ വെളിച്ചമുദിച്ചു അവരെ വേർതിരിച്ച് അവരോടാണ് പ്രകാശിക്കാൻ But പറയുന്നത്. God is not asking the person who is lying in darkness to go and shine forth, but he is calling the people upon whom his light has come. ദൈവം ഒരിക്കലും ഒറ്റ മിഷൻ അല്ല എന്ന് ആരംഭം മുതൽ ഞാൻ തെളിയിക്കട്ടെ. Let me make it clear to you that God is not a one-man mission. മാനവവർഗത്തിന്റെ ആരംഭത്തെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ നിത്യനായ ദൈവം തീരുമാനിച്ചു. From the beginning of creation, God started to create humanity. മനുഷ്യനെ സൃഷ്ടിക്കുവാൻ പിതാവായ ദൈവത്തിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യാതെ ഒരു വിളി വിളിച്ചു, വരുവീൻ നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ I സൃഷ്ടിക്കാം. know very well that the Father God could create human race on his own, but he calls the Trinity together and saying, come let us make man in our own image and കർത്താവേ, likeness. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കൂടെ വിളിച്ചത്? Lord, why did you call the others? തന്നോട് സഹകരിക്കുവാനും തന്റെ തത്വങ്ങൾ അംഗീകരിക്കുവാനും കഴിയുന്ന പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ ചേർത്താണ് പിതാവാം ദൈവം സൃഷ്ടി നടത്തിയത്. കാര്യം താൻ ഒറ്റ മിഷനല്ല. And from the scriptures that says that the Father called for the Son and the Holy Spirit to be involved in the creation of man, it makes it clear that God is not a one-man mission. തുടർന്ന് ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടിയിരുന്നപ്പോൾ Whenever God wanted to do something, ദൈവം ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്തിട്ടില്ല, മനുഷ്യന്റെ സഹായം എടുത്തിട്ടുണ്ട്. God never did anything on his own. He always sought the help of humanity. ഒരിക്കൽ ദൈവത്തിന് മിസ്രയീമിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കേണ്ടതായി വന്നു. Once God wanted to bring out his people from the slavery of Egypt, ദൈവത്തിന് ഒറ്റയ്ക്ക് അത് ചെയ്യുവാൻ God കഴിയുമായിരുന്നെങ്കിലും could have done it on his own. ദൈവം ഒരു മോശയെ വിളിച്ചു പറഞ്ഞു, വരൂ മോശേ, ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്. But God called a man named Moses and said, Moses, come because I'm going to send you. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനേം, ദൈവമേ അങ്ങേക്ക് ഒറ്റയ്ക്ക് ജനത്തെ വിടുവിപ്പാൻ കഴിയുകയില്ലേ? If I was present in that circumstance, I would have asked, God, aren't you mighty to do it on your own? മോശയാണെങ്കിൽ അങ്ങയുടെ കൂടെ വരുവാൻ വലിയ താല്പര്യമില്ലാതെ അങ്ങേക്ക് ഇഷ്ടമുള്ള മറ്റാരെയെങ്കിലും അയക്കുവാൻ ആവശ്യപ്പെടുന്നത് കേട്ടില്ലേ? Because you have seen that Moses is reluctant to take on the task you're handing over to him, and he's saying you can ask for someone else to do this job. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് അങ്ങേക്ക് തന്നെ നേരിട്ട് പോയി So ചെയ്തുകൂടാ? in such a situation, why don't you yourself do this job? ഞാൻ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ദൈവം എന്നോട് ഒരു മറുപടി പറഞ്ഞേനെ. If I had asked this question, God would reply me like this. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുക എന്ന സിദ്ധാന്തം എന്റെ വായിലില്ല. I don't have the principle to work on my own. എന്റെ പേർക്ക് വേല ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തെ തിരഞ്ഞെടുത്ത് ഞാൻ ആ വ്യക്തിത്വത്തെയാണ് എന്റെ വേലയ്ക്ക് വേണ്ടി I അയക്കുന്നത്. always look for persons and personalities who are available in my hands to work for me. ഇന്ന് കൂരിരുട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രകാശിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന് ചില വ്യക്തിത്വങ്ങളെ ആവശ്യമുണ്ട്. Tonight, when the whole earth is covered with darkness and people are covered with darkness, God is looking for some people to be used by him. ദൈവം അവരോട് പറയുകയാണ്, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കാതെ പ്രകാശിപ്പാൻ കഴിയുകയില്ല. And to such people, God is commanding, arise, because if you don't arise, you won't shine. വെളിച്ചം ഉണ്ടാകുന്നതിന് മുന്നമേ, വെളിച്ചം ഉദിക്കുന്നതിന് മുന്നമേ എഴുന്നേറ്റിരുന്നെങ്കിൽ സമയം വൃഥാ പോകേയുള്ളൂ, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. Before the light has come, if you rise up, you can't do anything because it's still dark. You അനേകർ will be wasting your time. അനേകർ നീണ്ട വർഷങ്ങളിലായി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിലും നാസ്തിയും ശൂന്യവുമായി റിസൾട്ട് ഇരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും കാണാം. Even though many people have been literally trying for years to be used by God, to work for God, but in our own eyes we can see that all their efforts have been futile. വെളിച്ചം പ്രകാശിക്കാഞ്ഞ സാഹചര്യങ്ങളിൽ വിളിയില്ലാത്ത വ്യക്തിത്വങ്ങൾ താന്താനെ ഇറങ്ങിത്തിരിച്ചവർ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ, Many people upon whom the light of God has not risen up on their own, they have been trying to be used by God, but they have failed in their effort. ഈ രാത്രിയിൽ ദൈവത്തിന് ചിലരുടെ മേൽ ഒരു വിളിയുണ്ട്. അവരോട് ദൈവത്തിന് പറവാനുണ്ട്, എഴുന്നേൽക്കൂ, പ്രകാശം But വന്നിരിക്കുന്നു. tonight God has
a call upon. God has chosen some people over here, and to them God is saying, arise and shine, for I want to use you. വെളിച്ചം വരുമ്പോൾ ഒരു വലിയ പ്രത്യേകതയുണ്ട്. There is something different happens when the light comes upon a നന്മയും person. തിന്മയും തിരിച്ചറിയുവാൻ കഴിയും. You will be able to differentiate between good and bad. നന്മയെന്ന് ഓർത്തുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്ന അനേകരെ ഈ ലോകത്തിൽ കാണാം. There are many people who can be seen doing good, doing bad, thinking that what they're doing is good. ശുദ്ധമായ ഉദ്ദേശത്തോടും നല്ല താല്പര്യത്തോടും കൂടെ ചെയ്യരുതാത്തതും നീചത്വവും പ്രവർത്തിച്ചു വെക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് പ്രകാശമില്ലാത്തതിനാൽ അവർ ഇന്നും ഇരുളിലായി പോയി. Even though they are very well-intentioned people and trying to do good things for God, they are still in darkness. The light of God has not come upon them. ഈ രാത്രിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവത്തിന് പറയാനുള്ളത് എഴുന്നേൽക്കൂ, സമയമായി. But what God wants to speak to the chosen people is that arise, for it is time for you to be used by me. സമയമാകുന്നതിന് മുന്നമേ ദൈവം ഒന്നും ചെയ്യാറില്ല. God never does anything before his time has come. ദൈവത്തിന്റെ സമയം വരെയും ദൈവം കാത്തിരിക്കുകയും അന്ന് ദൈവസമയത്ത് നടക്കുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും പതിവാണ്. God always waits for his right and due time, and he keeps preparing people for that time to be used by ഒരു him. ദിവസം ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ജനതയാക്കുവാൻ പോകുകയാണ്, വരൂ, ഞാൻ നിന്നെ ഒരു സമൂഹമാക്കി മാറ്റും. Once God called a man by the name of Abraham and said, come out, for I'm going to make you a great nation. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ വലിപ്പം മനുഷ്യന്റെ ആയുസ്സുമായി തുല്യത താരതമ്യം ചെയ്താൽ നാം ഒന്നുമില്ല. If you try to compare the greatness of God, of his works, from the lifespan of humanity, you cannot measure it. It's immeasurable. അബ്രഹാമേ, അങ്ങയോടുള്ള വാഗ്ദത്തം വലുതാണെങ്കിലും ഒരു പുരുഷായുസ് കൊണ്ടും ഒരു തലമുറ കൊണ്ടും തീരുന്നതല്ല ഈ വാഗ്ദത്തത്തിന്റെ വലിപ്പം. Abraham, even though the calling of God, the promise of God upon you is great, it is impossible for all of it to be fulfilled in one man's lifetime. It will take generations for the great promise of God to be ആകാശത്തിലെ fulfilled. നക്ഷത്രങ്ങൾ പോലെയും സമുദ്രതീരത്തെ മണൽ പോലെയും നിന്റെ തലമുറയാക്കണമെങ്കിൽ അങ്ങയ്ക്ക് ലഭിക്കുന്ന ചില്ലറ വർഷങ്ങൾ കൊണ്ട് അത് സാധ്യമല്ല. വലിയവനായ ദൈവത്തിന് പറയാനുണ്ട്, എന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തെക്കാൾ വലിയതാണ്. If God has promised to Abraham that I will make your children as the stars of the sky and as the sand in the shore of the sea, it won't take a man's generation lifetime for it to be fulfilled. It will take generations for God's promise to be പക്ഷെ fulfilled. നീ എഴുന്നേൽക്കുവാൻ സമയമായെങ്കിൽ അബ്രഹാമേ, അങ്ങയുടെ മേൽ പ്രകാശം ഉദിച്ചു, അങ്ങ് എഴുന്നേൽക്കൂ. But Abraham, it's time for you to rise up, because the light of God has risen upon you. യഹോവയുടെ തേജസ് ഉള്ളവനായി അബ്രഹാം എഴുന്നേറ്റു. Abraham rose up being filled with the glory of God. തന്റെ തലമുറയെ വളർത്തുവാൻ ദൈവം തീരുമാനിച്ചു. God decided to grow his generation. ഈ ജനതയെ വളർത്തണമെങ്കിൽ പല വ്യക്തിത്വങ്ങളെ ഒരു കണ്ണിയിൽ ഒരുമിച്ച് ചേർക്കണം. If this has to become a great nation or nations, there God should choose very special characters in that. യാക്കോബിന്റെ സന്തതികളെ മിസ്രയീമിലേക്ക് അയക്കണമെന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. It was God's plan to send Jacob's children to the land of Egypt. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പദ്ധതിയോളം അവരെ വളർത്തുവാൻ കഴിയൂ. And only then God could multiply his people according to his plan. പക്ഷേ അവരെ കൊണ്ടുപോകുവാനും പിന്നത്തേതിൽ തിരിച്ചു കൊണ്ടുവരുവാനും ദൈവത്തിന് നേതാക്കന്മാരെ വേണം. But God needed some leaders to take them into Egypt and then later bring them out of Egypt. അവരെ മിസ്രയീമിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ദൈവം ഒരു ജോസഫിനെ മുന്നമേ അവിടേക്ക് അയച്ചു. To take them to Egypt, into the land of Egypt, God chose Joseph beforehand. ദൈവം ജോസഫിന്റെ മേൽ ചില വെളിപ്പാടുകൾ ഏൽപ്പിച്ചു. God revealed to Joseph some revelations. ഒരു ദിവസം ജോസഫ് ഒരു ദർശനം കണ്ടു. One day Joseph saw a dream. തന്റെ സഹോദരന്മാരും മാതാപിതാക്കളും തന്നെ നമസ്കരിക്കുന്നതായിരുന്നു He ദർശനം. saw that his own brothers and his parents were bowing down before him. രണ്ട് പ്രാവശ്യങ്ങളിലായി ദൈവം ആ വെളിപ്പാട് അദ്ദേഹത്തിന് നൽകി. And twice God gave him that revelation. തന്റെ സ്വന്തം പിതാവിന് പോലും അത് അംഗീകരിക്കാൻ Even കഴിഞ്ഞില്ലെങ്കിലും his own father was not able to accept it. ആ വെളിപ്പാട് തന്റെ അകത്തേക്ക് ആഞ്ഞ് എഴുതപ്പെട്ടു. But this dream, this vision was etched inside his inner heart. ആ ദിവസങ്ങളിൽ ഒന്നിലാണ് താനെ ഒരു പൊട്ടക്കിണറ്റിൽ അകപ്പെട്ടു പോയത്. In one of those days, as he was carrying his vision, he happened to fall in a pit. അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ കാണുവാൻ ചെന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി താൻ ഒരു കുഴിയിൽ വീണു. And as a part of the plan of God, his own brothers were instrumental in putting him into the pit. ഞാൻ സാധാരണഗതിയിൽ ഓർപ്പിക്കാറുള്ള ഒരു ആശയമുണ്ട്. There is something that I remind often during my sermons. ആഴമേറിയ ഒരു കുഴിയിൽ ഞാനായിരുന്നു അകപ്പെട്ടു പോയതെങ്കിൽ, If I was the person who had fallen in that pit, സാഹചര്യങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. I would have forgotten everything and I would have cried and wailed upon my situation. മരുപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിലാണ്
പിറ്റിലാണ് താൻ വീണത് എന്ന് നമുക്ക് വായിക്കാം. We can read from the scriptures that Joseph fell into a pit that was in the wilderness. ആ കുഴിക്ക് എന്ത് ആഴമുണ്ടായിരുന്നു? We didn't know how deep it was. ഡോക്ടർ പി.ജി. വർഗീസ് ഒരിക്കൽ പറഞ്ഞ ഒരു ആശയം ഞാൻ ഓർക്കുന്നു. I remember what Dr. P.G. Varghese once said about it. അല്പം കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ ഭൂമിയിൽ ധാരാളമുണ്ട്. There are many places in this earth when you dig a little bit you will find some water. എനിക്ക് തോന്നുന്നത് ഡാളസിന്റെ ചുറ്റുവട്ടത്തിൽ അല്പം കുഴിച്ചാൽ വെള്ളം കിട്ടണം. I believe that around in the surroundings of Dallas, if you dig a little deeper, you will find some water. പക്ഷേ ഈ സംഭവം നടന്നത് മരുഭൂമിയിലാണ്. But what this instance of Joseph happened in the wilderness. അവിടെ ഒരു കിണറിൽ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 100 അടി താഴെയെങ്കിലും പോയേ For മതിയാകൂ. someone to find water in the ground, they have to dig at least 100 feet deep. പൊട്ടക്കിണറാണെന്ന് വിധിക്കണമെങ്കിൽ ഒരു 500 അടിയെങ്കിലും താഴെ ചെല്ലണം. And for someone to say that it was a dry pit, they have to at least dig 500 feet എങ്കിൽ deep. ഒരു 500 അടിയെങ്കിലും താഴ്ചയുള്ള കിണറിന്റെ അടിയിലാണ് ഇപ്പോൾ യോസഫ് കിടക്കുന്നത്. So now Joseph is lying in the pit which is at least 500 feet deep. അവിടെ നിന്ന് മുകളിലോട്ട് നോക്കാമെങ്കിൽ വലിയ ദൂരം കാണാം. And from there if you look up you will see that it's very high. ഞാൻ പറയാറുണ്ട്, ഞാനായിരുന്നു ആ സ്ഥാനത്ത് അകപ്പെട്ടതെങ്കിൽ, And often I say that if I was in Joseph's ഞാൻ place, എന്റെ മൂത്ത സഹോദരനെ കുറിച്ച് ഓർത്തേനെ. I would think about my elder brother who did this to me. ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചിരുന്ന കാലം, And I would say that we all lived together in our house when we were young. എന്നെ എടുത്തുകൊണ്ട് ഉമ്മ തന്നു തന്ന സഹോദരനല്ലേ എന്റെ മൂത്ത സഹോദരൻ. This elder brother of mine was the same brother who carried me, who kissed me all the time. അവനല്ലയോ എന്നെ ഇപ്പോഴീ കുഴിയിലിട്ടിരിക്കുന്നത്. Now this own brother has now thrown me into this pit. എന്റെ രണ്ടാമത്തെ സഹോദരൻ ഇപ്പോഴെന്നെ കൊല്ലാൻ വന്നില്ലേ. Now my second brother is coming forward to kill me. ഇനി ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടാത്ത ഈ ആഴത്തിൽ ഞാൻ അകപ്പെട്ടു പോയല്ലോ. Now I have fallen to this pit from which I can never come out. എന്റെ ചിന്തകൾ എന്റെ സാഹചര്യവുമായി ഒരുമിച്ച് ചേരുമ്പോൾ ദൈവിക ദർശനം എനിക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. When my thought gets intertwined into in my current day situations of what I am right now, I happen to lose the vision that God has given to me. പക്ഷേ ആ ഇരുളിന്റെ നടുവിലും ജോസഫിന്റെ മേൽ വെളിച്ചം ഉദിച്ചേ മതിയാകൂ. But in that darkness in the pit, the light of God needs to shine on Joseph. ഞാനായിരുന്നെങ്കിൽ ചിന്തിച്ചേനെ, എന്റെ മൂത്ത സഹോദരൻ എന്നെ സഹായിച്ചില്ലല്ലോ, പൊട്ടക്കിണറ്റിലിട്ടല്ലോ. If I was in the pit, I would think my elder brother didn't help me. He threw me in the pit. ഇനി ഞാൻ ജീവിച്ചിട്ട് അർത്ഥമില്ല. So there is no meaning for me to be alive എന്റെ anymore. 10 സഹോദരന്മാരിൽ ഒരുത്തന് പോലും എന്നെ വേണ്ടല്ലോ. None of my 10 brothers want me anymore. ഇനി ഞാൻ ജീവിച്ചിട്ട് അർത്ഥമില്ല. So there is no meaning in me being alive anymore. നിരാശ കൊണ്ട് ഒരു പക്ഷേ ഞാൻ എന്റെ തല ആ കിണറിന്റെ സൈഡുകളിൽ ഇടിച്ച് So ചാകാൻ in ശ്രമിച്ചേനെ. depression inside that pit, I would have banged my head against the walls of the pit and I would have died. പക്ഷേ ജോസഫിന്റെ കാഴ്ചപ്പാടതായിരുന്നില്ല. But Joseph had a different perspective. എനിക്ക് തോന്നുന്നു ജോസഫ് കണ്ണുകൾ രണ്ട് മുറുക്കെ അടച്ചു. I believe, I imagine in this way, in the pit, Joseph might have closed his eyes. ദൈവം തന്നെ ഏൽപ്പിച്ചതായ ദർശനം താൻ ഒന്നുകൂടെ കണ്ടു. And as he closed his eyes, he started to remember and think about the promise that God had given to him. എന്റെ അപ്പനും 11 സഹോദരന്മാരും എന്റെ വട്ടത്തിൽ വീണ് കിടന്ന് എന്നെ നമസ്കരിക്കേണ്ടതാണ്. And he saw that his father, his mother, and his brothers were all surrounding him and bowing before him. 13 പേർക്ക് എന്റെ വട്ടത്തിൽ കിടക്കുവാനുള്ള സ്ഥലം ഈ കുഴിക്കകത്തുണ്ടോ? And he started to look around. Is there any more space in this pit for 13 people to bow around me? കണ്ണടച്ചിരിക്കുമ്പോൾ ദൈവം കാണിച്ചതായ ദർശനം തനിക്ക് ഓർമ്മയുണ്ട്. As he closed his eyes, he started to remember the vision that God had given to him. കണ്ണ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ള സ്ഥലമില്ല. But when he opened his eyes, there is no space in the pit. ഈ കണ്ണു തുറന്ന് കാണുന്നതായ ഇരുട്ടിൽ പ്രകാശിക്കേണ്ടതിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ദൈവമേൽപ്പിച്ച ഒരു വെളിച്ചം താൻ സൂക്ഷിച്ചിരുന്നു. And he had kept on this vision that God had given to him so that it might shine in the darkness of the pit. ജോസഫെ, ആഴമുള്ള കുഴിയിൽ വീഴുന്ന പലരും മരിക്കും, സത്യമാണ്. Joseph, it is true that many people who fall into such pits die away. പക്ഷേ അങ്ങ് അതിലൊരുവനല്ല. അങ്ങയുടെ മേൽ യഹോവയുടെ തേജസ് ഉണ്ട്. But you are not supposed to be like that because the glory of God has come upon അങ്ങ് you. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. You belong to the group of chosen people. അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ദൈവം പറഞ്ഞ വെളിപ്പാട് നടന്നിരിക്കും. He has an assurance that the promise and revelation that God has given to him will surely be fulfilled. ദൈവം കത്തിച്ച വെളിച്ചം നഷ്ടമാകുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ. And let me tell you, if God has set this vision inside of you and it's on flame, it will never die out. ജോസഫ് ആലോചിച്ചു കാണും, ഈ വെളിപ്പാട് നിവർത്തീകരിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കും? Now Joseph might have been thinking in the pit, what will
will it take for this vision to be അതിന് fulfilled? ഞാൻ ഈ കുഴിയിൽ നിന്ന് കയറിയേ മതിയാകൂ. For that to happen, I need to come out of the pit. എങ്ങനെ ഞാൻ ഈ കുഴിയിൽ നിന്ന് കയറും? How will I come out of the pit? എന്റേതായ യാതൊരു മാർഗവും I എനിക്കറിവില്ല. don't have any of my ways to get out of this place. ആരെങ്കിലും എന്നെ കുഴിയിൽ നിന്ന് കയറ്റിയേ മതിയാകൂ. Someone else needs to help me out of this place. പക്ഷെ എന്നെ ദർശനം ഏൽപ്പിച്ചവൻ കുഴിയിൽ നിന്ന് കയറ്റുവാൻ ആളെ അയക്കാൻ ശക്തനാകയാൽ But the one who has given me this vision is mighty to send someone to get me out of this place. അവർ വരുന്നിടം വരത്തേക്ക് ഞാനൊന്ന് വിശ്രമിക്കാം. ആരേലും കയറിറക്കും, എനിക്ക് കയറി പിടിച്ച് കയറണം. Until then, when someone comes and helps me out of this place, I'm just going to relax over here. അതുകൊണ്ട് അദ്ദേഹം അല്പം വിശ്രമിച്ചു കാണും. So he took a rest for a while. പ്രതീക്ഷിച്ചതുപോലെ തേണ്ട കയറിറങ്ങി വരുന്നു. As he had expected, there is a rope coming inside the അദ്ദേഹം pit. കയറിൽ പിടിച്ചു, കയറി വന്നു. He got hold of that and got out of the pit. എന്തിന് മിസ്രയീമിലേക്ക് മാറി? Why? He was taken to Egypt. തന്റെ സഹോദരന്മാരെ കൊണ്ടുവരുവാൻ ദൈവം തന്നെ ശക്തീകരിച്ചു. Because God was going to strengthen him to bring his own brothers to Egypt. ഒരുപാട് വിശദീകരണം ആ ഭാഗത്തെക്കുറിച്ച് ചരിത്രത്തിൽ എന്ന് പറയുവാൻ ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് Even തിരിയുന്നില്ല. though I have much to say about all the details that are involved in that story, ഒരുപാട് there is no time for that. സാഹചര്യങ്ങളിലൂടെ താൻ കയറി ഇറങ്ങി. And he happened to go through many situations and circumstances. മിസ്രയീമിൽ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. And I have heard some people who have great knowledge about Egypt say like this. മിസ്രയീമ്യർക്ക് പാതാളദേവനെ മിസ്രയീമ്യർക്ക് once in a while ഒരു പ്രത്യേക ആഘോഷമുണ്ട്, ഒരു പെരുന്നാളുണ്ട്. And there is a festival that the Egyptians celebrate once in a while. അവരുടെ കൃഷി നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ, when they are losing their crops, their vegetation, അവരെ ദേശത്ത് ഒരു പെൺകുട്ടിയെ വിളിച്ച് മഴ പെയ്യിക്കുന്ന ദേവതയായി അഭിനയിക്കാൻ അവളോട് പറയും. and they call upon a girl from their community and ask her to act as the rain goddess. ആ പെൺകുട്ടി ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കും, അവൻ കൃഷിയുടെ ദേവനായി അഭിനയിക്കണം. And she will choose a husband for herself and he will act as the god of agriculture. ഇവർ ഒരുമിച്ച് ജീവിക്കണം. And they need to live together. മഴയും കൃഷിയും ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ. Because without rain you cannot have agriculture or cultivation. കാണപ്പെട്ട ദൈവമെന്നറിയപ്പെടുന്ന ഫറവോൻ ഒരു വർഷം ജൂലിയ എന്നൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു. And the Pharaoh, who is known to be their visible god, chose a woman or a lady named Julia for that. ജൂലിയയോട് നിനക്ക് ബോധിച്ച ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാം, നിങ്ങൾ രണ്ടുപേരും ദേവവേഷം കെട്ടണമെന്ന് ആവശ്യപ്പെട്ടു. And he commanded Julia that you need to choose a husband for yourself and you need to act out as gods of rain and agriculture. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് രാജകീയ പദവികൾ ലഭിക്കും. And if they do as the king has commanded, they will receive a royal position. അവരുടെ തുടർന്നുള്ള ജീവിതം ദൈവങ്ങളായി മിസ്രയീമ്യരെ വരെ അംഗീകരിക്കും. And the following of their lives, the rest of their lives, they will be accepted in the whole of Egypt as gods. ജൂലിയയുടെ കണ്ണു വീണത് ഈ യോസഫിന്റെ മേലാണ്. Now Julia's eyes fell upon this guy named Joseph. ജോസഫിനോട് വിവരങ്ങൾ പറഞ്ഞു. She shared what Pharaoh had said to her, to Joseph. അദ്ദേഹം പറഞ്ഞു, യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല. Now Joseph said, there is no other God but Jehovah. ഞാൻ മറ്റൊരു ദേവന്റെ വേഷം കെട്ടുന്ന പ്രശ്നം എന്റെ ജീവിതത്തിൽ ഉദിക്കുന്നില്ല. So if Jehovah is my God, I'm not going to take upon any task of becoming another God. തന്റെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ താൻ തയ്യാറായി. He was ready to keep his life for God alone. എല്ലാ മണ്ഡലത്തിൽ നിന്നും താൻ സാക്ഷ്യം സൂക്ഷിച്ചു. He kept his testimony in all the spheres of life. ഞാൻ ആ ഭാഗത്തിൽ അധികം നിൽക്കുന്നില്ല. Let me move forward. കൃഷിദേവന്റെ വേഷം കെട്ടുവാൻ മടിച്ച ജോസഫിനെ മിസ്രയീമിലെ കൃഷിയുടെ ചുമതലയിലേക്ക് ഉയർത്തുന്നത് ദൈവത്തിന്റെ കടമയായിരുന്നു. And this Joseph who rejected the position to be the God of agriculture, God later exalted him to be an overseer of all the vegetation in Egypt. ദൈവത്തിന് വേണ്ടി സാക്ഷ്യം സൂക്ഷിക്കുന്നതായ പ്രകാശം അവന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. Because he was burning within him to keep his testimony intact for God. മിസ്രയീമിലെ കൃഷി ദൈവത്തിന്റെ കൃപയാൽ വർദ്ധിച്ചു വളർന്നു. And by the grace of God, the vegetation of Egypt started to flourish. വെളിച്ചം സൂക്ഷിക്കുന്നവൻ എവിടെ ചെന്നാലും അവന് വേണ്ടി വെളിച്ചം ഉണ്ടായിരിക്കും. Wherever a man of God goes and he protects the light of God, the glory of God in his life, God will work for him. യെശയ്യാവ് 60 നിന്നും തുടങ്ങിയത് യഹോവയുടെ തേജസ് ഉദിച്ചതായ വ്യക്തി എന്തു വേണം. And in the book of Isaiah chapter 60, we started with saying that what does a person need upon whom the light of God has risen. വെളിച്ചം സൂക്ഷിക്കുന്നവൻ ചെല്ലുന്ന എല്ലാ ഇടത്തും അവൻ പ്രകാശമായിരിക്കും. Wherever the person goes, if the light of God is upon him, he will be used by God. ജോസഫ് മിസ്രയീമിൽ മന്ത്രിയായി അവൻ കൃഷിയുടെ ചുമതല ഏറ്റെടുത്തു. Joseph became the prime minister of Egypt. He became
became the authority over all the cultivation and agriculture in കൃഷി Egypt. വർദ്ധിക്കുവാൻ തുടങ്ങി. And it started to flourish. അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് And what I have heard from the people who are knowledgeable. കഴിഞ്ഞ വർഷത്തേക്കാൾ 7 ഇരട്ടിയായി മിസ്രയീമിലെ വിളവ് വർദ്ധിച്ചു. And the harvest of Egypt grew sevenfold in the coming years. രണ്ടാമത്തെ വർഷം അതിന്റെ 7 ഇരട്ടിയായി, അതായത് ഒന്നാം വർഷത്തിന്റെ 49 ഇരട്ടിയായി. And in the second year, the agriculture was 7 times more than the first year. വീണ്ടും 7 ഇരട്ടി വീതം വർദ്ധിക്കുവാൻ തുടങ്ങി. And every year that followed, it was increasing 7 times over. ഭൂമി കുഴിച്ചു നോക്കി പഴയ ചരിത്രങ്ങൾ എടുക്കുന്ന വ്യക്തികൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, The people who are archaeologists, what they report about that is, ജോസഫ് ഒടുവിൽ പണിതിരിക്കുന്നതായ ആ പാണ്ഡികശാലയുടെ വലിപ്പം, the barn that Joseph had built the last year of the harvest, they say that it was so big, 70 മൈൽ നീളവും 17 മൈൽ വീതിയും 35 അടി ഉയരവുമുള്ള വലിയ പാണ്ഡികശാലകൾ വരെ പണിതു. It says that the barn was 70 miles long and 35 miles wide. 70 into 17 into 35 feet. 70 into 17 into 35 feet high. Ah, That's how it was big. അത്രയ്ക്കകത്ത് ധാന്യങ്ങൾ നിറയ്ക്കുവാൻ തുടങ്ങി. That's how much harvest they received and filled inside those മിസ്രയീമിലെ barns. കൃഷിയുടെ അധിപനായിട്ടാണ് താൻ മാറിയതെങ്കിലും And even though he became the authority over all the harvest of Egypt, അന്ന് അറിയപ്പെട്ടിരുന്ന ലോകത്തിന് മുഴുവനും ആഹാരം കൊടുക്കുവാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. and God used him to provide food for all the people who were alive in his time. ജോസഫെ തൽക്കാലം ലഭിച്ചതിൽ അഹങ്കരിക്കരുത്, ഇതിനപ്പുറത്തൊന്നാണ് അങ്ങയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. And God said to Joseph, Joseph, don't boast in your current situation and greatness, because I have gotten something greater to do in your life. ലോകത്തിന്റെ സമ്പത്ത് മുഴുവനും ജോസഫിന്റെ അടുക്കൽ വന്നു. Joseph had all the wealth of the world in his hands. ജോസഫിന്റെ കൂട്ടത്തിൽ തന്റെ സഹോദരന്മാരെ കൊണ്ടുവന്നു. Now Joseph brought his brothers into the land of Egypt. ദൈവം അവരെ ദേശത്ത് വർദ്ധിപ്പിച്ചു. God made them to prosper in that land. അവർ മടങ്ങി പോകുമ്പോൾ ദൈവം ജോസഫിനെ ഓർത്ത് ആ ജനത്തോട് ഒരു കാര്യം പറഞ്ഞു. And when they were returning back from Egypt, they remembering Joseph, what they said to the people of Egypt was, ഓരോരുത്തരോടും നിങ്ങൾ വാങ്ങാവുന്നത് വാങ്ങിച്ചു കൊള്ളണം. whatever you can take from the people of Egypt, you need to take it. വെള്ളിയും പൊന്നുമായി അവരിൽ നിന്ന് വാങ്ങാവുന്നത് നിങ്ങൾ വാങ്ങണം. Every article of every ornament of gold and silver, you need to ask from them. ചെമ്പിനും ഇരുമ്പിനും നിങ്ങളുടെ സമയം കളയരുത്. Don't waste your time after brass or copper. മിസ്രയീമിൽ ഇന്നുണ്ടായിരിക്കുന്ന നന്മ ഞാൻ ജോസഫ് മുഖേന ഇവിടെ കൊണ്ടുവന്നതാണ്. Because every goodness that is in the land of Egypt, it has come through Joseph. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. There is one aim that I have. ഞാൻ വാക്ക് പറഞ്ഞ് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം എനിക്ക് നിവർത്തിക്കണം. I want to fulfill the promise that I made to my servant Abraham. അവിടെ ഒരു ദേവാലയം പണിയേണ്ടതിന് For them to build a temple for me, മിസ്രയീമിന്റെ നന്മയെ നിങ്ങൾ കൊണ്ടുപോകണം. you need to carry the goodness of Egypt with ഈ you. നന്മ കൊണ്ടുവന്നത് എന്റെ ദാസൻ ജോസഫ് മുഖേനയാണ്. And this goodness came upon the land of Egypt through my servant Joseph. ദൈവത്തിന്റെ തേജസ് വെളിച്ചം സൂക്ഷിക്കുന്ന ദൈവപൈതലേ, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. Child of God, if you keep the glory of God intact in your lives, he is with you. ജോസഫിന്റെ കാലം കഴിഞ്ഞു. After the time of Joseph, ജനം മിസ്രയീമിൽ വർദ്ധിച്ചു വരികയും the people of Israel started to flourish in അവരെ Egypt. വിടുവിക്കേണ്ട സമയമായി. When it was time for God to deliver them, ദൈവം അതിനു വേണ്ടി ഒരു വ്യക്തിത്വത്തെ അന്വേഷിച്ചു. God was looking for a man for the task. മോശ എന്ന പേരിൽ ഒരുവനെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ ലഭിച്ചു. And God got a man named Moses for that task. ഒരു ദിവസം മോശയെ ദൈവം പർവ്വതമുകളിൽ നിന്ന് വിളിച്ചത് നമുക്കറിയാം. One particular day, God called this man Moses into his mountain. മോശ തന്റെ ആടുകളെ തീറ്റിക്കൊണ്ട് തന്റെ പർവ്വതത്തിന്റെ അടിവാരത്തെത്തി. Moses was tending his sheep in the valley. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താൻ ഒരു വെളിച്ചം കണ്ടു, ഒരു തീ കത്തുന്നത് കണ്ടു. He saw a great light on the top of the mountain. He saw a bush burning. ആ കാണുന്ന കാഴ്ച കാണേണ്ടതിന് മോശ ഒന്ന് അടുത്തു വന്നു. And for it to look carefully, he went up to the mountain. അവിടെ വെച്ച് തന്നെ ഒരു നിയോഗം ദൈവത്തിങ്കൽ നിന്ന് ഏറ്റെടുത്തു. And from there he received a commission from God. മറക്കരുത്, താൻ നിയോഗത്തിന് വേണ്ടി അല്ല പർവ്വതത്തിങ്കൽ വന്നത്. Please remember that he never went up to the mountain to receive such a command from പകരം God. തന്റെ ജോലി ചെയ്യുവാൻ വന്നവനെ ദൈവം ആ സാഹചര്യത്തിൽ വിളിക്കുകയായിരുന്നു. But we see that this man who was doing his regular work was
called by God to do his work. ഞാൻ സാധാരണ പറയാറുണ്ട്, ഞാൻ ബാംഗ്ലൂരിൽ വന്നത് സുവിശേഷ വേല ചെയ്യാനല്ല. Usually I mention that I never went to the city of Bangalore to be a gospel worker or ദൈവം a എനിക്ക് തന്ന preacher. സെക്യുലർ ജോലിയോടുകൂടെ ചെന്നതാ. I went there because of my secular job. മോശ പർവ്വതത്തിന്റെ അടിവാരത്തിൽ ആടുതീറ്റി ചെന്നതുപോലെ Moses, just like Moses was tending his flock in the valley of Mount Sinai. അവിടെ വെച്ചാണ് അവൻ ദൈവത്തിന്റെ വിളി കേട്ടത്. That's where he heard the call of God. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പലരും ഡാലസിലെത്തിയത് സുവിശേഷ വേലയ്ക്കായിരിക്കില്ല. Tonight many of you never came to Dallas to do the ministry. യേശുവിനെ അംഗീകരിക്കുവാനോ സ്നാനപ്പെടുവാനോ വേണ്ടി അല്ലായിരിക്കും നിങ്ങളുടെ സ്ഥലം വിട്ട് നിങ്ങൾ ഇവിടം വരെ You എത്തിയത്. never left your places and came to Dallas so that you might come to know the Lord or do the ministry of പക്ഷേ God. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ വിളിക്കും. But in the right time of God, in the fullness of his time, he will call you. യെശയ്യാവ് 60ന്റെ ഭാഷയിൽ In the language of Isaiah chapter 60, മോശ ഒരു ശബ്ദം കേട്ടു. Moses heard a voice. എഴുന്നേറ്റ് പ്രകാശിക്കാ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Arise and shine, for your light has come. കൂരിരുട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുന്നു. See, the darkness covers the earth and thick darkness over the people. നിന്റെ സ്വന്തം ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു നിലവിളി ഞാൻ കേട്ടു. I have seen the suffering of your people and I've heard their cry. ചുറ്റുവട്ടത്തിൽ ഇരുൾ വ്യാപരിക്കുമ്പോൾ നിന്റെ മേൽ വിളിയുണ്ടാകുന്നത് എനിക്ക് അങ്ങേ ഉപയോഗിപ്പാനാണ് മോശേ. When there is darkness covering all the surroundings, the reason my light is shining upon you is because I want to use you, Moses. വീട്ടുകാരും കൂട്ടക്കാരും കപടഭക്തിയിൽ മുങ്ങിക്കഴിയുമ്പോൾ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്റെ മേൽ വെളിച്ചം പകർന്നത് ദൈവത്തിന് വേണ്ടി പ്രകാശിക്കാനാണ്. When the people surrounding and the people related to Moses are satisfied with a hypocritical life, religious life, my light is shining upon you to be used by me. മോശയ്ക്ക് അത് മനസ്സിലാക്കുവാൻ ചില മിനിറ്റുകൾ വേണ്ടി വന്നു. Moses took a while to grasp what God മോശ was saying. ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ പേരെന്താണ്, എനിക്ക് അങ്ങയെ പരിചയം പോരാ. Moses says, I don't know you, what's your name? ദൈവമേ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ പോകും? God, just because you said, how can I go to നാം them? തമ്മിൽ യാതൊരു We പരിചയവുമില്ല. never knew each other. അങ്ങയുടെ പേര് പോലും എനിക്ക് I അറിഞ്ഞുകൂടാ. don't even know what your name is. ഡസൻ കണക്കിന് ദൈവങ്ങളുള്ള മിസ്രയീമിലോട്ട് ഏത് ദൈവം വന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിച്ചെല്ലേണ്ടത്? Because I come from Egypt where they worship tons and tons of God, what should I say that who has sent me? അവർക്ക് അനേക ദൈവങ്ങളെ പരിചയമുണ്ട്. They know many gods among them. എനിക്കാണെങ്കിൽ ഒരു ദൈവത്തെയും പരിചയമില്ല. I don't know any God. അതുകൊണ്ട് അങ്ങ് പറഞ്ഞാലും അങ്ങയുടെ പേരെന്താ? So please tell me what your name is, ആ God. വാക്കിന് വലിയൊരു അർത്ഥമുണ്ട്. There was great meaning to that. പേരെന്ന് പറയുന്നതിനകത്ത് ഒരു വ്യക്തിയുടെ സ്വഭാവമോ അപ്പോയിന്റ്മെന്റോ പലതും കൂട്ടത്തിൽ Because കൂട്ടാം. there are many details involved in a person's name, his character, his nature, how he does things. ചിലരെ പേര് വിളിക്കുന്നത് അവരുടെ സ്വഭാവത്തോട് ബന്ധപ്പെടുത്തിയ. There are many times people call others names relating to how they are and what they do. കള്ളന, വഷളന, ചതിയന എന്നൊക്കെ പറയുന്ന ആ പേരുകൾ ഉണ്ടല്ലോ, അതെല്ലാം സ്വഭാവമാണ്. And some people say that he is a trickster, he is a liar, and all sorts of names. It's because it's their nature. വേറെ ചിലരുടെ അധികാരമാണ്, രാജാവാണ്, മന്ത്രിയാണെന്ന് പറയുന്നത് പേരിന് പകരം അധികാരമാണ്. And some people use names to call according to their positions. They might be kings or rulers or lords. മോശയ്ക്ക് ഒന്ന് അറിയണം അങ്ങയുടെ പേരെന്നാ. Now Moses wants to know what the name of God is. ഒരർത്ഥത്തിൽ ദൈവത്തെ കംപ്ലീറ്റ് അറിഞ്ഞേച്ചു പോകാനാണ് മോശ And ആഗ്രഹിക്കുന്നത്. what Moses was meaning, he was trying to know who this God is. ദൈവം മോശയോട് പറഞ്ഞു, മോശ ഞാൻ ആകുന്നവൻ ഞാനാ. Now God said in reply that I am who I am. നിനക്കെന്നെ പഠിച്ചേച്ചു പോകാൻ എളുപ്പമല്ല. It is not possible for you to study me completely നിന്റെ before you തലയ്ക്കകത്ത് നിന്റെ go. ബുദ്ധിയിൽ ഒതുങ്ങുന്നതിനേക്കാൾ വലിയവനാണ് ഞാൻ. Because I'm greater and mightier than your human imagination and എന്നെ comprehension. പഠിച്ചേച്ചു പോകാൻ മനുഷ്യൻ It അസാധ്യമാണ്. is impossible for man to totally comprehend me. അതുകൊണ്ട് ഞാൻ ആകുന്നവൻ ഞാനാ, നീ പോയി ജോലി ചെയ്യ്. So I am who I am. You just go and do your job. എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു ആശയം ഞാൻ ഒരുപാട് ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയട്ടെ. And there is something that God has revealed to me. I always say wherever I preach, and let me repeat again. മോശെ മിസ്രയീമിലേക്ക് നീ ചെന്ന് നിന്റെ ജനത്തെ വിടുവിക്കുവാനായി നിൽക്കുമ്പോൾ, Moses, when you are about to go to Egypt and deliver your people from there, വിടുവിക്കയില്ലെന്ന് പറഞ്ഞ് ഫറവോൻ എഴുന്നേൽക്കുമ്പോൾ, when Pharaoh rises up saying that I won't let them go, ഞാനൊരു സംഹാരദൂതനായി എഴുന്നേൽക്കും. I will rise up like the angel of destruction. ഞാനൊരു സംഹാരദൂതൻ എന്ന് പറഞ്ഞാൽ നിനക്കിപ്പം മനസ്സിലാകത്തില്ല. You won't understand when I say the angel of destruction to you now. പോ മോശെ പോ, ഞാനൊരു സംഹാരദൂതനായി എഴുന്നേൽക്കും. So Moses, go out and I will rise up after you to reveal myself. നിന്നെ ആട്ടിക്കളഞ്ഞ ഫറവോൻ തിരികെ വിളിച്ച് ജനവുമായി പോകുവാൻ നിന്നോട് അപേക്ഷിക്കുന്നത് നീ കാണും. You will see with your own eyes that this Pharaoh who had chased
cast you out of the land once will let your people go before your own മോശെ eyes. നീയും നിന്റെ ജനവും ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ Moses, when you and your people come and stand before the Red Sea, ഞാനൊരു കിഴക്കൻ കാറ്റായി അവിടെ ഇറങ്ങി വരും. I will come down as an eastern wind. ഞാനൊരു കിഴക്കൻ കാറ്റാണെന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലാകത്തില്ല. If I tell you today that I am an eastern wind, you won't grab it. അങ്ങക്ക് ഗ്രഹിക്കാവുന്നതിനേക്കാൾ വലിയവനാണ് ഞാൻ. Because I am beyond your imagination. നിന്റെ ഉള്ളിലേക്ക് വീണ വെളിച്ചം നീ സൂക്ഷിക്കുമെങ്കിൽ അത് വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കും. But if you keep intact the light that has come within you, it will keep increasing. പോകൂ, ചെങ്കടൽ പിളർക്കുന്ന ഒരു കാറ്റായി ഞാൻ മാറും. You move forward and I will become the wind that will part the Red Sea. നിന്റെ ജനം മരുഭൂമിയിൽ വെയിൽ കൊണ്ട് തളരുമ്പോൾ, When your people are wearing out in the wilderness with the scorching ഞാൻ sun, നിനക്ക് വേണ്ടി ഒരു മേഘമായി ഇറങ്ങി I വരും. will turn into a cloud to give them some shade for നിന്റെ ജനം you. മരുഭൂമിയിൽ വിശക്കുമ്പോൾ, When your people are hungry in the ഞാൻ wilderness, അപ്പമായി മുകളിൽ നിന്ന് പൊഴിഞ്ഞുകൊണ്ടിരിക്കും. I will come down from heaven as a bread for them. നിന്റെ ജനം മരുഭൂമിയിൽ ദാഹിക്കുമ്പോൾ, When your people are thirsty in the wilderness, ഞാൻ വെള്ളമായി ജനത്തിന്റെ ഇടയിലൂടെ ഒഴുകും. I will flow among your people as the living water. ഞാനാകുന്നവൻ ഞാനാ മോശെ, ഞാനാ വിളിച്ചത് പോയി വരിക. Because I am who I am, Moses, I have called you. Now you go forward. മോശെ, നിന്റെ ജനത്തിന്റെ കാലിലെ ചെരുപ്പുകൾ പഴയതാകുമ്പോൾ, Moses, when your people's sandals are worn out, ഞാൻ നിനക്കൊരു ചെരുപ്പ് കുത്തിയായി ഇറങ്ങി വരും. I will come to you as a cobbler to stitch your നിന്റെ shoes. ജനത്തിന്റെ വസ്ത്രം പഴകുമ്പോൾ, When your people's clothes become old, ഞാൻ നിനക്ക് തുന്നക്കാരനായി ഇറങ്ങി വരും. I will become a tailor and stitch new clothes for നിന്റെ ജനം you. മരുഭൂമിയുടെ ബാധകളിലൂടെ പോകുമ്പോൾ, When your people go through the plagues of wilderness, ഞാൻ നിനക്ക് വൈദ്യനും മരുന്നുമായിരിക്കും. I will become the physician and I will be the medicine for you. ഗിലെയാദിലെ സുഗന്ധ കുഴമ്പും ഗിലെയാദിലെ വൈദ്യനുമാണ് ഞാനെന്ന് നീ അന്നറിയും. And you will know then that I am the balm of Gilead and I am the physician that heals you. പോകൂ മോശെ, പോകൂ, ഞാനാണ് നിന്നെ അയക്കുന്നത്. Go forth, Moses, go, because I am the one who is sending you. മോശെ പറഞ്ഞു, പക്ഷേ ദൈവമേ, വട്ടത്തിലെ കൂരിരുട്ട് എനിക്കറിയാം. Moses says that, God, I know that there is great darkness around me. ഫറവോൻ ഇതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. Pharaoh will never agree to what you are saying. അവിടത്തെ അന്ധകാരം Because മൂടിക്കിടക്കുകയാണ്. there is great darkness in Egypt. ആ അന്ധകാരത്തെ ജയിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. I won't be able to win over this darkness on my own. ദൈവം പറഞ്ഞ, അല്ല, നീ അതിനെ ജയിച്ചിരിക്കും. But God said, no, surely you will have victory over there. ഇപ്പോൾ നീ പോയേ Now മതിയാകുള്ളൂ. you need to go over there. നാളേക്ക് കാത്തിരുന്നാൽ If you wait for tomorrow, നിന്റെ സമയം പോയി, പിന്നെ നിനക്ക് പോകുവാൻ you സാധിച്ചെന്ന് will വരില്ല. lose your time and you won't be able to go forward. സമയം ഉപയോഗിക്കാത്തവർക്ക് അത് എന്നേക്കുമായി നഷ്ടമാകും. People who don't use their time properly, they will lose it forever. എഴുന്നേറ്റ് പ്രകാശിക്കാ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Arise and shine, for your light has come. ഈ രാത്രിയിൽ ചില വ്യക്തിത്വങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നെങ്കിൽ, Tonight, if the Holy Spirit is speaking to you, ചുറ്റുവട്ടങ്ങളിൽ ഇരുൾ വ്യാപരിക്കുമ്പോൾ, if you see darkness surrounding you, താങ്കളുടെ മേലൊരു വെളിച്ചം ഉദിക്കുന്നത് മനസ്സിലാകുന്നുവോ? if you sense the light of God is shining upon you, ദൈവം എന്ന വെളിച്ചം നഷ്ടമാക്കാതെ മുൻപോട്ട് ഇറങ്ങൂ. you need to keep intact this light of God and move forward. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി സമയം തെറ്റി പ്രവർത്തിച്ച ചിലരെ കുറിച്ച് ചിന്തിച്ചായിരുന്നു. In this past days, I was thinking about some people who had gone ahead of their time to be used by God. നിന്റെ വെളിച്ചം വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ സമയം അവരങ്ങ് റിലാക്സ് ചെയ്തു, അവരെഴുന്നേറ്റില്ല. And when God said that your light has come upon you, they didn't wake up, they didn't arise and work, they waited. അവർ ഉണർന്നു വരുന്നത് വരെ ദൈവപ്രകാശം കാത്തു നിൽക്കയില്ല. Because until they rise up and move forward, the light of God won't wait for them all the ഒന്ന്, time. മാനസാന്തരത്തിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. Firstly, God has a time frame for repentance. സമയം വൈകി മാനസാന്തരപ്പെട്ടവർക്ക് അത് പ്രയോജനപ്പെട്ടിട്ടില്ല. Because the people who delay in repenting to God, it won't do any benefit to them. ഈ രാത്രിയിൽ ദൈവത്തിന്റെ വിളി കേട്ടിട്ടും സമയം വൈകിക്കുന്നവർ അഥവാ ഇതിനകത്തുണ്ടെങ്കിൽ, If there is anyone who has heard the voice of God to repent and they are still delaying, നിങ്ങളോടാണ് ഞാൻ I am സംസാരിക്കുന്നത്. speaking to you tonight. പഴയ നിയമത്തിൽ ആഖാൻ എന്നൊരു മനുഷ്യനെ In the കാണാം. Old Testament, we read about a man named Achan. അദ്ദേഹം ഒരിക്കൽ യോശുവയോടുകൂടെ യുദ്ധത്തിന് പോയി. Once he went forward for battle with Joshua. ദൈവം പറഞ്ഞു, യോശുവയോടുകൂടെ യുദ്ധത്തിന് പോകുന്നവർ പട്ടണം പിടിച്ചാൽ അതിലുള്ള മുഴുവനെയും സംഹരിച്ചു കളയണം. And God commanded the people who go out with Joshua for battle, if they
plunder the city, they need to destroy every livestock. ആഖാന്റെ അകത്തേക്ക് ഒരു പുതിയ ചിന്ത വന്നു. But now Achan had a new thought within him. ദൈവത്തെക്കാൾ എനിക്കല്ലേ അറിവുള്ളത്? I know more than God. ഇവിടെ മുഴുവൻ ചുട്ടുകരിച്ചിട്ട് എന്ത് പ്രയോജനം? What will it profit me if I burn down everything to അതുകൊണ്ട് the ground? ദൈവത്തിന് പ്രയോജനമുണ്ടോ മനുഷ്യന് പ്രയോജനമുണ്ടോ? So will man profit from it or God profit from it? ഇസ്രായേലിലെ പൊതുജനത്തിനും യോശുവായിക്കും ദൈവത്തെ സാഹചര്യങ്ങൾ അറിഞ്ഞുകൂടെങ്കിലും എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ സാഹചര്യം Now അറിയുന്നു. he started to think that Joshua and the people of Israel don't know much, but I am much better than them. I know things better. പാപത്തിനൊരു പ്രത്യേകതയുണ്ട്. There is a uniqueness to sin. മനുഷ്യനെ കൺവിൻസ് ചെയ്യുന്ന ഒരു ശക്തി അതിന്റെ പുറകിലുണ്ട്. There is a power attached to sin that convinces man to do it. ആ മനുഷ്യൻ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കി. Now this man started to think about it. ഇവിടെ കാണുന്ന നല്ല വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ട് എന്ത് പ്രയോജനം? What kind of benefit it will be to me if I burn down all the fine clothes in this ഇവിടെ place? കാണുന്ന പൊന്നും വെള്ളിയും നശിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം? If I destroy all the gold and silver in this place, how will it profit me? ആർക്കും അതുകൊണ്ട് പ്രയോജനമില്ല. So none of them are going to profit ദൈവം അങ്ങനെ from it. പലതും പറഞ്ഞെന്ന് വരും, ദൈവത്തിന് അറിവില്ല, എനിക്കാണ് അറിവ്. God might have said all these things, but God doesn't know. I know better. അങ്ങനെ അദ്ദേഹം ചിലതെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. So he hid some things that I had plundered from that അന്ന് place. ഇസ്രായേൽ തോൽക്കുവാൻ തുടങ്ങി. In that day, Israel started to lose the ഒരു battle. ആഖാൻ ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ചതിനാൽ, Because one Achan disobeyed the command of God. അബ്രഹാമിന്റെ സന്തതിയായ വാഗ്ദത്ത ജനത്തിന്റെ രക്തം മരുഭൂമിയിൽ വീഴാൻ തുടങ്ങി. The promised children of Abraham, their blood started to be poured out in the land. അവർ യുദ്ധത്തിൽ തോൽക്കുകയാണ്. And they were being defeated in that battle. യോശുവ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരഞ്ഞു. Joshua fell prostrate in the presence of God and cried out unto him. യഹോവ യോശുവയോട് പറഞ്ഞു, പാളയത്തിൽ പാപമുണ്ട്. God Jehovah said to Joshua, there is sin in your camp. അനേക സമൂഹങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുന്നത് ഒറ്റപ്പെട്ട ആഖാന്മാർ മുഖേനയാണെന്ന് മറക്കരുത്. The reason many communities and many groups are not able to move forward in the plan of God is because they have some Achans living among them. അതിനകത്ത് ശുദ്ധീകരണം നടക്കാത്തിടത്തോളം ജനത്തിന് പോകാൻ കഴിയുകയില്ല. Unless and until there is a consecration among them, the people of God won't be able to move forward. ആഖാൻ തന്റെ പാപം സമ്മതിച്ച് വരേണ്ടതായിരുന്നു. Achan was needed to confess his sins and come forward. കാരണം ഒരു വാക്ക് ദൈവം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. Because God had proclaimed so. പാളയത്തിൽ പാപം കടന്നു. There is sin in the camp. ആഖാൻ നന്നായി അറിയാം എന്റെ കാര്യമാ പറയുന്നത്. Achan very well knew that God is speaking about me. ദൈവത്തെക്കാൾ ബുദ്ധി എനിക്കാണെന്ന് കരുതി ഞാൻ ചെയ്തതാണ്. But he thought that he is more wiser than God, and so he did what he wanted. ഇതാ ജനം ഇവിടെ തകർന്നു തുടങ്ങി. But now his own people were being destroyed. വിശുദ്ധന്മാരുടെ രക്തം ഇവിടെ ഒഴുകുന്നു. Thus the blood of the saints was spilled in the land. അയ്യോ, ഞാൻ ആ കാരണക്കാരനെന്ന് അദ്ദേഹത്തിന് അറിയാം. He knows that I am the reason for all this bloodshed. പക്ഷേ ആ സമയം അവൻ ഉപയോഗിച്ചില്ല. But he never used his time properly. അല്പസമയത്തിന് ശേഷം യഹോവ യോശുവയോട് പറഞ്ഞു, After a while, God Jehovah spoke to Joshua. നീ ഗോത്രമായി 12 ഗോത്രങ്ങൾക്ക് ചീട്ടിടുക. You need to cast lots according to the 12 tribes of Israel. ആഖാൻ ഉൾപ്പെടുന്ന ഗോത്രത്തിന് ചീട്ടു വീണു. And all the tribes, including Achan's tribe, received ആഖാന് the lot. മനസ്സിലായി പിടിക്കപ്പെടുവാൻ സമയമാകുന്നു. Achan came to know that it was time for him to be caught. അന്നവൻ മാനസാന്തരപ്പെടേണ്ടതായിരുന്നു. He was supposed to repent on that day. ചെയ്തില്ല, അവൻ കാത്തുനിന്നു. But he didn't repent, he still waited. അവന്റെ ഗോത്രത്തിന് ചീട്ടു വീണു. The lot fell upon his tribe. അവൻ മാനസാന്തരപ്പെട്ടില്ല. He still didn't repent. അവന്റെ കുടുംബത്തിന് ചീട്ടു വീണു. The lot came upon his family. അവൻ മാനസാന്തരപ്പെട്ടില്ല. Still he didn't repent. ഒടുവിൽ ആഖാന് ചീട്ടു വീണു. Finally the lot came upon him. അപ്പോഴവൻ മാനസാന്തരപ്പെട്ടു. That's when he repented. ആഖാന്റെ പശ്ചാത്താപമാണെങ്കിൽ നമ്മളെക്കാൾ വലുതാ. And even if Achan was to confess his sins, the confession is bigger than ours. ചില സഭകളിൽ ചില ആളുകളോട് തെറ്റ് ചെയ്താൽ പരസ്യമായി ക്ഷമ ചോദിക്കാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. I have heard in some churches when a certain individual has committed a mistake, they were asked to confess publicly. അയ്യോ, അതൊക്കെ നല്ല കാലത്ത് നടന്നത്, ഇന്ന് അവിടുന്നും പോയി. And it used to happen in the good old times, but nowadays that doesn't happen. അന്ന് ക്ഷമ ചോദിക്കുന്ന വാചകങ്ങൾ അറിയാമോ? And അന്ന് ചോദിക്കുന്ന back in those days, if people used to ask forgiveness, the wordings they used were, അഥവാ ഞാൻ ആരോടെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചാലും. if by chance I have committed an offense against anyone, please forgive me. That's a general statement. പക്ഷെ ആഖാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞു. But Achan never said like that. അദ്ദേഹം പറഞ്ഞു, ഞാൻ പൊന്ന് കണ്ടു, വെള്ളി കണ്ടു, വസ്ത്രം കണ്ടു, മോഹിച്ചു പോയി.
He said that I saw the gold, I saw the raiments, I saw the silver, and I desired it. എന്തേലും തെറ്റ് ചെയ്തല്ലേ നല്ല പറഞ്ഞേ. And he didn't say that, he didn't just generally say that I did some ഈ mistake. 3 വസ്തുതകളോട് എനിക്ക് മോഹമുണ്ടായി. He said that I felt a desire towards these 3 ഈ 3 substances. ഞാൻ എടുത്തു, And I possessed them. ഞാൻ എന്റെ കൂടാരത്തിൽ കൊണ്ടുവന്നു, And I brought it to my own tent. ഞാൻ കുഴിച്ചിട്ടു. And I buried it under my ഇന്നത് tent. താഴെ ഇന്നത് മേളിലുമാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. And he gave the clear details of how he buried it. ഇത്ര ഗൗരവമായി കുറ്റം ഏറ്റുപറഞ്ഞ് അനുദപിച്ചവരുടെ എണ്ണം കുറവാ. And such people who give such a detailed description of their confession and repentance, very few people do പക്ഷേ that. ആഖാനേ വൈകിപ്പോയി. But Achan, your time is gone. യോശുവ പറഞ്ഞു കല്ലെടുത്ത് എറിഞ്ഞു. Joshua commanded for him to be stoned. വെളിച്ചം ഉദിക്കുമ്പോൾ എഴുന്നേൽക്കുന്നവൻ പ്രകാശിക്കും, വൈകി എഴുന്നേൽക്കുന്നവൻ എറിഞ്ഞു താഴെ When വീഴും. the time comes for you to arise and shine, when the light comes, he will shine. But the person who waits for his own time, യൂദായെ he ഞാൻ will be left സാധാരണ out. തൊടാറുണ്ട്. യൂദായെ He യൂദാസ് called ഇസ്കരിയോത്ത്. Judas Iscariot. സമയം വൈകി മാനസാന്തരപ്പെട്ടവനാണ്. He was the one who repented late. അവനാണ് ശുദ്ധ മനസ്സാക്ഷിയിൽ പാപം ചെയ്തവനാ. He committed sin in his innocence. അവൻ ഒരിക്കലും വിചാരിച്ചില്ല യേശുവിനെ കുരിശിക്കുമെന്ന്. He never thought in his whole life that he would betray Jesus. ഇവനൊരു built in trouble ഉണ്ട്. അവന് പണം കാണുമ്പോൾ ഒരു ചെറിയ താല്പര്യം പോലെ. He had a trouble from before that. Whenever he sees money, he had some kind of liking towards it. അവനറിയാം യേശു അത്ഭുതം ചെയ്യുന്നവനാണ്. He knows that Jesus is a wonder worker. യേശുവിനെ തലകീഴായി തള്ളിയിട്ട് കൊല്ലുവാൻ വന്നവരുടെ ഇടയിലൂടെ നടന്നുപോയവനാണ് യേശു. He had seen in the past that when people tried to throw Jesus over the cliff, Jesus walked among them തന്നെ and left. കല്ലെറിയുവാൻ വന്നവരുടെ നടുവിലൂടെ ഒഴിഞ്ഞു പോയവനാണ് He യേശു. saw Jesus escape from the people who tried to stone him. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കും. He saw Jesus feeding the multitudes, 5,000 with 5 loaves of മരിച്ച bread. ലാസറിനെ 4 ദിവസം കഴിഞ്ഞ് He തിരിച്ചെഴുന്നേൽപ്പിക്കും. saw Jesus bringing Lazarus back to life after 4 days. പച്ചവെള്ളം വീഞ്ഞാക്കും, തിരമാലകളിന്മേൽ നടക്കും. He saw that Jesus had turned water into wine and he walked among the waves of the ഈ sea. യേശുവിനെ കുരിശിക്കുവാൻ ആർക്കും കഴിയുകയില്ല. He knew that there is no one who was able to crucify this Jesus. പിന്നെ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ ഒരു കുറച്ച് പൈസയുണ്ട്. So he thought that there is some money with the high ഞാൻ priest. യേശുവിനെ കാണിച്ചു കൊടുത്തേക്കാം. I will just betray Jesus. യേശുവിനെ കുരിശിക്കാൻ ഒക്കത്തില്ല. And I know that they will never be able to crucify കാശ് Jesus. എന്തേലും ഇരുന്നോളും. I will get the money. നല്ല ശുദ്ധമനസാക്ഷിയിലാണ് He had ചെയ്തത്. a good intention. അവൻ യേശുവിനെ ഒറ്റി പണം വാങ്ങി. Now he betrayed Jesus and got that money. ഈ പണം അവന്റെ കീശയിൽ ഇട്ടുകൊണ്ട് അവൻ യേശുവിന് ഉമ്മ കൊടുത്തു. Now keeping this money in his wallet, he kissed Jesus and showed it to the ഒരിക്കലൊരു കർത്തൃദാസൻ പറഞ്ഞു യേശുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ once the servant of God says when he was embracing Jesus and kissing ഈ him, 30 വെള്ളിക്കാശ് യേശുവിന്റെ പള്ളക്ക് ഒരയുക. and this 30 silver coins were rubbing against Jesus. ആള് പരമഭക്തനാണ്, യേശുവിന് ഉമ്മ കൊടുത്തു. And this person was a great saint while he was kissing യേശുവാണ് Jesus. സ്നേഹത്തോടെ അദ്ദേഹത്തോട് ഇടപെട്ടു. And Jesus dealt with him in great love. പത്രോസിനെ പണ്ട് സാത്താനെ എന്ന് വിളിച്ച യേശു ഇങ്ങനെ വിളിച്ചത് സ്നേഹിതാന്ന. And the same Peter whom Jesus had called Satan, get behind me, now Jesus is calling him friend. യേശുവിന്റെ സ്നേഹിതനായി അവൻ അഭിനയിച്ചു. Now he acted as a friend of Jesus. പക്ഷേ യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ടപ്പോൾ But when he saw that Jesus was being punished, യൂദാ സത്യമായി അനുതപിച്ചു. Judas confessed truly. അവൻ തിരിച്ചു മഹാപുരോഹിതന്മാരുടെ അടുക്കൽ He ചെന്നു. repented and he went back to the high priest. യേശുവേ വല്ല കുറ്റവും ചെയ്തിട്ടുണ്ട് ക്ഷമിച്ചേക്കണേ എന്ന് യേശുവിനോട് പറയായിരുന്നില്ല. And he didn't go back to Jesus and say that Jesus, if I've done something wrong, please forgive me. യേശു മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. യൂദാസ് But മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. Judas went among the high priests. അവരോട് ചെന്ന് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തിരിക്കുന്നു. And he said that I have committed sin by betraying an innocent blood. അവൻ ചെയ്ത തെറ്റവൻ തുറന്നു പറഞ്ഞു. He confessed his sin openly. എന്റെ കയ്യിൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു പിടിച്ചു. Whatever I have taken, this silver coins, I give it back to you. പലരും ക്ഷമ ചോദിക്കുമെന്നല്ലാതെ തിരിച്ചു കൊടുക്കേണ്ടത് കൊടുക്കുന്ന പതിവില്ല. Many people, even though they ask forgiveness, they never repay back what they have taken. ഇവനാണെങ്കിൽ വാങ്ങിയത് തിരികെ കൊടുക്കാൻ റെഡിയാണ്. He is ready to give back whatever he had taken. മഹാപുരോഹിതന്മാർ പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല, നിന്റെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് വേണ്ട. The high priest said, no problem, you just keep it, it's okay. ഞാനാണ് വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കും. And if it was me, I would try to give it back to them. വേണ്ടെന്ന് മഹാപുരോഹിതൻ പറഞ്ഞ പിന്നെ ഞാൻ പിടിച്ചേൽപ്പിക്കാൻ പോകത്തില്ല. But if once the high
high priest says, it's okay, you can keep it, I will not bother giving it back to യൂദായുടെ them. മാനസാന്തരം എന്നേക്കാൾ വലുതായിരുന്നു. But Judas Iscariot's repentance was bigger and greater than അവൻ mine. ആ നാണയം മന്ദിരത്തിൽ വലിച്ചെറിഞ്ഞു. He threw away those silver coins in the temple. ഇന്നത്തെ ഭാഷയിൽ അവിടുന്ന് മോട്ടിച്ചത് പള്ളിക്ക് സ്വതരാഴ്ച ഇട്ടു. And in today's language or terminology, if you were to describe it, he put that money as an offering to God. പള്ളിയിൽ സ്വതരാഴ്ച ഇട്ടേച്ച് മാനസാന്തരപ്പെട്ടു. After giving the offering to the church, he repented. പക്ഷേ യൂദാ മോനെ വൈകിപ്പോയി, സമയത്തിന് ചെയ്യേണ്ടതായിരുന്നു. Judas, you were supposed to do it before, now it's too late. പ്രകാശം ഉദിക്കുമ്പോൾ എഴുന്നേൽക്കണം. You need to rise up when the light is shining. മാനസാന്തരപ്പെടേണ്ട സമയത്ത് You need മാനസാന്തരപ്പെടണം. to repent when it's time to repent. കുറ്റമേറ്റ് പറയേണ്ട സമയത്ത് കുറ്റമേറ്റ് You പറയണം. need to confess when you are supposed to confess. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. When the light of God has come upon ഈ you, സമയം പ്രയോജനപ്പെടുത്തിയേ മതിയാകൂ. you need to make use of this time. ഞാൻ അടുത്ത പടിയിലേക്ക് മാറട്ടെ. Let me move forward. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ When you come to the Gospel of Matthew chapter 25, യേശു പറഞ്ഞൊരു 10 കന്യകമാർ മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. Jesus talks about 10 virgins who went to receive the bridegroom. 10 പേര് ഒരുപോലെയാണ് ഇറങ്ങിയത്. All the 10 of them went forward 10 together. പേരുടെ കയ്യിലും ജ്വലിക്കുന്ന ദീപമുണ്ട്. All of them had lamps in their hands. 10 പേരുടെ വിളക്കിനകത്തും എണ്ണയുണ്ട്. All the 10 of them had oil in their lamps. എന്ന് പറഞ്ഞ പാട്ടുണ്ട്, കൊട്ടുണ്ട്, കൃപാവരമുണ്ട്, ദൈവ സാന്നിധ്യം മൊത്തമുണ്ട്. They had the anointing of God, they have the grace of God, they have the gifts of the Holy Spirit, they have the whole package. 10 പേര് ഒരുമിച്ച് പുറപ്പെട്ടു. All the 10 virgins move forward 10 together. പേരുടെയും ലക്ഷ്യം ഒന്നാണ്. All of them have a single goal. മണവാളനെ എതിരേൽക്കണം. They want to receive the bridegroom. 10 പേര് ഒരേ സ്ഥലത്തെത്തി. They all came to the same place. 10 പേര് ഒരുമിച്ച് കിടന്നുറങ്ങി. They all slept together. 10 പേര് ഒരുമിച്ച് അർദ്ധരാത്രിയുടെ വിളി കേട്ടു. They all heard the call in the midnight together. 10 പേര് ഒരുമിച്ച് എഴുന്നേറ്റു. They all woke up together. എഴുന്നേറ്റപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. But when they woke up is when they found out what the problem was. 5 പേർക്ക് പാത്രത്തിൽ എണ്ണ ഉണ്ടായിരുന്നു, ബാക്കി 5 പേർക്ക് ഇല്ലായിരുന്നു. The 5 virgins had enough oil in their lamps, but 5 didn't have enough. പാത്രത്തിൽ എണ്ണ എന്ന് പറഞ്ഞാൽ What the oil denotes ഈ is, മൺകൂടാരത്തിലേക്ക് പകരുന്ന ദൈവിക പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് മറക്കരുത്. it means the presence of God or the Holy Spirit that has been poured out in this earthen vessel of ours. 10 പേർക്കും വിളക്കിൽ എണ്ണയുണ്ട്. All these 10 virgins have oil in their vessel. 10 പേർക്കും കൃപാവരങ്ങളുണ്ട്. They all have the gifts of the Spirit. 10 പേരും പ്രകാശിക്കുന്നവരാണ്. They all are shining for God. 10 പേരും ദൈവത്തിന് വേണ്ടി എരിയുന്നവരാണ്. They all are burning and blazing for പക്ഷേ God. 5 പേരുടെ ശരീരത്തിൽ മാത്രമേ, പാത്രത്തിൽ മാത്രമേ എണ്ണ But ഉണ്ടായിരുന്നുള്ളൂ. only 5 virgins had enough oil in them. ഈ എണ്ണയില്ലാത്തവർ, പാത്രത്തിൽ എണ്ണയില്ലാത്തവർ മണവാളനോട് കൂടെ കയറുകയില്ല എന്നവർ തിരിച്ചറിഞ്ഞത് അന്നാണ്. But it was then at that moment the 5 virgins came to know that if they don't have enough oil, they won't be able to go with the അവർ bridegroom. എണ്ണ വാങ്ങുവാൻ പോയി. So they went away to buy some oil. മണവാളൻ വന്നു. സമയം സൂക്ഷിച്ചവർ മണിയറയിൽ The കടന്നു. bridegroom came, and those who had kept their time and kept their oil intact went with him. എഴുന്നേറ്റ് പ്രകാശിക്ക, പ്രകാശം വന്നു. Arise and shine, for your light has come upon you. മാനസാന്തരപ്പെടേണ്ട സമയമായി. It is time for repentance. ശുദ്ധീകരണത്തിന്റെ It സമയമായി. is time for separation. ദൈവശക്തി ഏറ്റെടുക്കേണ്ട സമയമായി. It's time for you to receive the power of God. മൺകൂടാരങ്ങളെ ശുദ്ധീകരിക്കേണ്ട സമയമായി. It's time for you to sanctify this earthen vessel. ഈ സമയം ഉപയോഗിക്കാതെ പോയാൽ If you don't make use of this time, മറക്കരുതവർ എന്നേക്കുമായി കൈവിടപ്പെടും. now please remember that you will be left out forever. സമയം ഉപയോഗിച്ചവരുണ്ടെങ്കിൽ If there is anyone who has used their time അവർ properly, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. they will be used by God. അവരുടെ മേൽ അധിക പ്രകാശം ഉദിക്കും. The greater light will shine upon them. അവർ ദൈവത്തിന് വേണ്ടി മഹാകാര്യങ്ങൾ, വൻകാര്യങ്ങൾ ചെയ്യും. They will do great and mighty things for God. നമുക്ക് അതിനൊന്ന് തയ്യാറാകാം. Let us get prepared for ഞാൻ that. അടുത്തൊരു ഭാഗത്തേക്ക് കയറാൻ Let me പോവുകയാണ്. move to a different portion. യേശു ഈ ഭൂമിയിൽ ഒരു 12 ശിഷ്യന്മാരെ വിളിച്ചു. Jesus, when he was on this earth, he chose 12 disciples for his service. മറക്കരുത്, കൂട്ടത്തിൽ വിഭിന്ന തരത്തിലുള്ളവരുണ്ട്. Now please remember, in these 12 people there were different kinds of people. യേശു 12 പേരെയും ഒരുമിച്ച് കൊണ്ടു നടന്നു. Jesus called these 12 disciples and they all walked together. അതിൽ ഒരുവൻ തെറ്റിപ്പോയി. ഞാൻ അവിടെ മടങ്ങി വരും. And one of them went away and strayed away.
I will come back to that. ബാക്കി 11 പേർ യേശുവിനോട് കൂടെ ഒടുവിൽ വരെ ഉണ്ടായിരുന്നു. But the 11 of them stayed together with Jesus till the end. യേശു അവരിൽ നിന്നും സ്വർഗ്ഗാരോഹണം ചെയ്യപ്പെടുമ്പോൾ When Jesus was ascending from among them, തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യും. and he told his disciples that I'm going to anoint you. ആ അഭിഷേകത്തിന് വേണ്ടി So കാത്തിരിക്കണം. you need to wait for that anointing. ശക്തി ലഭിച്ചാൽ നിങ്ങൾ എന്റെ സാക്ഷികളാകും. Because when you receive the power from above, you will be my നിങ്ങൾ witnesses. സാക്ഷികളായാൽ, When you are my witness, നിങ്ങളുടെ മേൽ എന്റെ വെളിച്ചം ഉദിച്ചാൽ, when my light is shining upon you, നിങ്ങളുടെ മേൽ എന്റെ അഗ്നി വന്ന് വീണാൽ, when my fire comes upon you, എന്റെ സാക്ഷികളാകുവാൻ നിങ്ങൾ ലോകത്തിന്റെ അറ്റം വരെ പോകണം. you will go to the ends of this world to be my witnesses. ഞാൻ അവിടം വരെ ഒന്നുകൂടെ തിരിച്ചു വരട്ടെ. Let me come back to that once യേശു again. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. Jesus chose 12 disciples for him. 12 പേരെയും യേശു കൊണ്ടു And നടന്നു. all these 12 people, they went together with Jesus. 12 പേരുടെ വിളക്കിലും എണ്ണയായി. All these 12 disciples had oil in their vessels. 12 പേരുടെ കൈ കൊണ്ടും അത്ഭുതങ്ങൾ And നടന്നു. all these 12 performed miracles by their hands. അതിന് ഒന്നുകൂടെ പറയാം. Let me repeat once again. യേശു ഒരിക്കൽ 5 അപ്പം കൊണ്ട് 5000 പേരെ Once പോഷിപ്പിച്ചു. Jesus fed 5,000 men with 5 loaves of തന്റെ bread. കയ്യിൽ വെറും 5 അപ്പമേ ഉള്ളൂ. He just had 5 loaves of bread with ആ him. 5 അപ്പമാണ് 12 കൊട്ടകളിലേക്ക് ഇട്ടുകൊടുത്തത്. And these 5 loaves of bread were divided into 12 baskets that were അപ്പം made. വർദ്ധിച്ചത് യേശുവിന്റെ കയ്യിലല്ല. And this 12, the 5 loaves of bread never multiplied in Jesus' ഈ hands. കൊട്ടകൾക്കകത്താണ് അത് വർദ്ധിച്ചത്. It multiplied inside the basket. പത്രോസിന്റെ കൊട്ടയ്ക്കകത്താണ് അപ്പം വർദ്ധിക്കുന്നത്. It was in the basket of Peter that the bread multiplied. യൂദായുടെ കൊട്ടയിലും അപ്പം വർദ്ധിച്ചു. And Judas's basket, the bread multiplied. 12 പേരുടെ കയ്യിലും വിളക്കുണ്ട്. All these 12 disciples had lamps with them. അവരവരുടെ അടുത്ത് നിൽക്കുന്നവർ അത്ഭുതത്തോടെയാണ് ഈ കൊട്ടകളെ നോക്കുന്നത്. And all these people who were standing around these 12 disciples marveled at them. തന്റെ കൊട്ടയ്ക്കകത്ത് അപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Because they see this bread keeping multiplying all the time. യൂദായുടെ വിളക്കിലും എണ്ണയുണ്ടായിരുന്നു. Judas once had oil in his lamp. എല്ലാവരും കൃപാവരം കൈകാര്യം ചെയ്തു. Everyone handled the gifts of the Spirit. ഏറ്റവും ഒടുവിൽ വരെയും വന്നു. Until the end they came. ഇടയ്ക്കൊരിക്കൽ പത്രോസ് പച്ചവെള്ളത്തിന്റെ മേൽ നടന്നു. Once Peter walked upon water. അത്ഭുതങ്ങൾ ചെയ്തു. He performed miracles. ഒടുവിൽ യൂദായുമായി ഒരുമിച്ച് യേശു അത്താഴത്തിനിരുന്നു. Well, in the end, Jesus sat with Judas for the Last Supper. യേശു യൂദായുടെ കാലുവരെ കഴുകിയതാണ്. And Jesus washed the feet of Judas. പക്ഷേ ഉറയ്ക്കേണ്ടത് അവനിൽ ഉറയ്ക്കാതെ പോയി. But one who was supposed to stand firm, he wavered. പണസഞ്ചിയിൽ ഇട്ടത് അവൻ എടുത്തു വരുന്ന പതിവുണ്ടായിരുന്നു. From time to time, he used to steal from the money from the wallet of God. ഫണ്ടിന്റെ misappropriation അവന്റെ കൂടപ്പിറപ്പായിരുന്നു. And he used to do the misappropriations of the funds that Jesus had. ദ്രവ്യാഗ്രഹം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. He had a greed for money. ആ ഒരു ഏരിയ മാനസാന്തരപ്പെട്ടിരുന്നില്ല. That portion of his life was never repented. He never repented. ഫൈനൽ മിനിറ്റിൽ അവൻ തന്നിപ്പോയി. In the final moments of his walk with Jesus, he strayed away. അവൻ യേശുവിനെ ഒറ്റി കെട്ടിഞ്ഞാന്ന് ചത്തു. And he betrayed Jesus and he hung himself and ബാക്കി died. 11 അപ്പോസ്തലന്മാരും ചിതറി. The rest of the 11 disciples were scattered. യേശു അവരെ ഒരുമിച്ച് വിളിച്ചു. Jesus later called them വിളിച്ചു together. പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി He കാത്തിരിക്കണം. said, you need to wait for the promise that you would receive from the Father. വട്ടം മുഴുവനും ഇളകിക്കിടക്കയാണ്, ഇരുട്ടിലാണ്. Because the whole city is in darkness. നിങ്ങളുടെ മേൽ വെളിച്ചം വരാൻ പോകുകയാണ്. The light of God is going to shine upon you. അത് വരേണ്ടതിന് വേണ്ടി കാത്തിരിക്കുക. For it to come upon you, you need to wait in my presence. അവർ ഒരുമിച്ച് കാത്തിരുന്നു. So they came together and waited. 11 പേരല്ല, അതിനേക്കാൾ കൂടുതൽ ആൾ ഉണ്ടായിരുന്നു. And there were more than 11 people who waited in the presence of God. 10ാമത്തെ ദിവസം ദൈവശക്തി അവരുടെ മേൽ ഇറങ്ങി വന്നു. And the 10th day, the power of God came upon them. അവർ ചെയ്യേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ When they've arranged all the things that needed to be arranged in their life, അവരുടെ മേൽ ആത്മസാന്നിധ്യം ഇറങ്ങി വന്നു. the presence of the Holy Spirit came upon them. ആത്മസാന്നിധ്യത്തിന്, ദൈവസാന്നിധ്യത്തിന് അനേക അളവുകളുണ്ട്. There are many levels and measures to the presence of God. ഒന്ന്, ദൈവസാന്നിധ്യം ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട്. കാര്യം ദൈവം സർവ്വവ്യാപിയാണ്. Firstly, there is an omnipresent presence of God. God is present everywhere. ദൈവസാന്നിധ്യത്തിന്റെ ഏറ്റവും താഴ്ന്ന അളവ് അതാ. That is the lowest level of the presence of God. ചിലർ പറയാറുണ്ട്, ഞാൻ കൺവെൻഷൻ വരത്തില്ല, പള്ളി വരത്തില്ല, ഞാൻ ഞങ്ങളുടെ ഇരിക്കുകയാണ്, അവിടെയും ദൈവസാന്നിധ്യം ഉണ്ട്. And there are some people who say that I don't want to go to any conventions, I don't want to go to church because right where I am, the presence of God is. നിശ്ചയമായും ഉണ്ട്. It's true, the പക്ഷേ presence of God എനിക്ക് is there. അതിനേക്കാൾ കൂടുതൽ ദൈവസാന്നിധ്യം വേണം. But I need more of the presence of God for ഇത് myself. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. To explain that, let me tell you. ഈ വലിയ ഹോളിനകത്ത് 2 or 3 ചെറിയ ബൾബ് മാത്രമേ കത്തിച്ചിട്ടുള്ളെങ്കിലും കസേരയെ തട്ടാതെ ഇറങ്ങി നടക്കാൻ കഴിയും. If there are only 2 or 3 lights being lit in this room, you can somehow
somehow move forward without stumbling upon the chairs. പിന്നെ എന്തിനായി കൂടുതൽ ലൈറ്റ് So ഇട്ടിരിക്കുന്നത്? why do you need this greater light? എല്ലാവർക്കും ആ ചെറിയ അളവിൽ നമ്മൾ തൃപ്തരല്ല. We are not satisfied with a lesser light. ഇടയ്ക്കിടയ്ക്ക് മൈക്ക് പോകുന്നുണ്ടായിരുന്നു, അന്നേരത്ത് പറഞ്ഞതും ജനം കേട്ടു. And even though there was some disturbance with the mic during the preaching, still you could hear us. പിന്നെ എന്തിനാ ഇത് ഉണ്ടാക്കി വെച്ചത്? But then why do you need this kind of a system to hear ആ loudly? ചെറിയ ശബ്ദം കേൾക്കാമെങ്കിലും ആ ശബ്ദത്തിന്റെ അളവിൽ നമ്മൾ തൃപ്തരല്ല. Even though you can hear our voice without the mic, you won't be satisfied just hearing us like that. വീട്ടിൽ കിട്ടുന്ന ദൈവ സാന്നിധ്യത്തിലും നാട്ടിലുള്ള ദൈവ സാന്നിധ്യത്തിലും ചിലർ തൃപ്തിപ്പെടുമെങ്കിലും There are some people, even though they are satisfied with the presence of God that's in their homes and in their land, അതിനകത്ത് ഞാൻ തൃപ്തനല്ല. I am not satisfied with the general presence of എനിക്ക് God. അതിനേക്കാൾ കവിഞ്ഞ ഒരു ദൈവ സാന്നിധ്യം I വേണം. need a greater presence of God for myself. ഞാൻ എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോവുകയാണെങ്കിൽ If I go to worship at some place, ഏറ്റവും അധികം ദൈവ സാന്നിധ്യമുള്ളിടത്ത് പോകാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. try to go to a place where I feel is a condensed presence of God. ദൈവം എന്നെ ഒരു സഭ ഏൽപ്പിച്ചപ്പോൾ When God gave me a church, ഏറ്റവും അധികം ദൈവ സാന്നിധ്യം അവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. I desired that the greatest presence of God should manifest in my church. ദൈവ സാന്നിധ്യത്തിന്റെ ഒന്നാമത്തെ അളവിനെ the universal presence, ലോകത്തിൽ എവിടെയുമുള്ള സാന്നിധ്യം എന്ന് വിളിക്കാം. The first measure or the level of the presence of God is the universal presence of പക്ഷേ God, which is everywhere. അതിനേക്കാൾ കൂടിയ സാന്നിധ്യം വേണ്ടയിടത്ത് But there is a concentrated presence of God than that. ദൈവജനം ഒരുമിച്ച് കൂടി വരും. When people of God come together, ഇങ്ങനെ 120ഓളം ആളുകൾ ഒരുമിച്ച് കൂടി and in the ഇടത്ത് same manner 120 people were gathered together, ശക്തിയേറിയ ഒരു ദൈവ സാന്നിധ്യം there ഉണ്ടായി. was a mighty presence of God that swept the room. ആ സാന്നിധ്യത്തിൽ അവർ എഴുന്നേറ്റ് നൃത്തം ചെയ്ത് കാണും. In that presence, they would have stood up and they would have danced in the presence അവർ of God. ഉറക്കെ അന്യഭാഷകൾ സംസാരിച്ചു. They spoke in tongues in loud voice, അവരുടെ ഇടയിൽ കാണാവുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. and they could see a visible movement among them. ചില ആളുകൾ പറയാറുണ്ട് ഇതെല്ലാം വെറും ഇമോഷണൽ മൂവ് ആണ്. There are some people who look at the move of God and say, this is just an emotional move. ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു, There is one thing that I admit. ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. There are great emotions involved in it. അതിന്റെ കാരണം അറിയാവോ? What is the reason for that? മനുഷ്യൻ ഇമോഷണൽ ബീയിങ് അതുകൊണ്ടാണ്. Because man is an emotional being. ഞാനിവിടെ എത്ര കൈയടിച്ചാലും ഈ പുൾപിറ്റ് അനങ്ങത്തില്ല. No matter how much I clap, this pulpit will not shake. കാര്യം ഈ പുള്ളി ഒരു ഇമോഷണൽ ജീവി അല്ല. Because this pulpit is not an emotional പക്ഷേ being. ഇതിനകത്തിരിക്കുന്ന ആളുകൾ ഇളകും. But the people who are sitting inside will move. കാര്യം നമ്മളല്ലേ ഇമോഷണൽ ബീയിങ്സ്. Because we all are emotional ഈ beings. മൂവ് ഇമോഷണൽ മാത്രം ആയിപ്പോകരുതെന്നുള്ളതേ ഉള്ളൂ. But we need to pay attention that this move of God should not be limited to emotions. പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ അളവിലേക്ക് അന്ന് മാളികമുറിയിൽ നടന്ന വ്യാപാരത്തിൽ അവർ രണ്ടാം അളവിലേക്ക് കയറി. In the upper room where this 120 people were gathered, they moved into the concentrated measure of the presence of അവർ God. ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തിൽ ഉല്ലസിച്ചു. They all rejoiced together in the presence of God. പക്ഷേ മൂന്നാമതൊരു അളവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു. But the Bible speaks about a third level of the presence of God. അഗ്നിജ്വാല പോലെ ഒന്നവർക്ക് പ്രത്യക്ഷമായി. Oh, they saw fiery cloven tongues come അതവരിൽ and rest upon ഓരോരുത്തരുടെ മേൽ them. വന്ന് പതിഞ്ഞു. It came and rested upon each of them. ആരംഭത്തിങ്കൽ ഉണ്ടായ കൊടിയ ശബ്ദം ആരുടെ മേലും പതിഞ്ഞിട്ടില്ല. In the beginning, the sound of the rushing wind that they heard didn't affect them. ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വലിയ അളവിൽ ജനം ഒരുമിച്ച് ഇളകുമെന്നത് യാഥാർത്ഥ്യമാണ്, It സത്യമാണ്. is true that the people, when they come together, they will be exposed to a greater presence of അവരുടെ എല്ലാ God. വിളക്കുകളിൽ എണ്ണ നിറയും. All of those people's lamp will have oils. അനേക സഭകളിൽ സംഭവിക്കുന്ന ഒന്ന്, Something that happens in many churches, വലിയ ഇളക്കങ്ങളും കയ്യടികളും നടക്കുമെങ്കിലും even though they have great shouting and great clapping going on, അവരെ മീറ്റിംഗ് സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോകുമ്പോൾ പഴയ പോലെ ഇരിക്കും. once they leave their meeting place, their church, go back to their homes, everything comes back to normal. പണ്ട് കള്ളം പറഞ്ഞവൻ പിന്നെയും കള്ളം പറയും. And the person who used to lie before is still lying now. യൂദായിക്ക് പിന്നെയും ആ പഴയ ദ്രവ്യാഗ്രഹം കിടക്കുന്നതേ ഉള്ളൂ. Judas is still greedy even though he experienced the presence of 7 God. പ്രാവശ്യം മാനസാന്തരപ്പെട്ടാലും പഴയ സ്വഭാവം മാറത്തില്ല. Even though you repent 7 times, your old nature never leaves you. പണ്ട് പുകവലിച്ചവൻ പിന്നെയും One പുകവലിക്കും. who used to smoke before is still smoking. അവസരം വരുമ്പോൾ മദ്യപിച്ചവൻ ഇനിയും അവസരം വരുമ്പോൾ And those മദ്യപിക്കും. people who used to drink alcohol before, if they get a chance, they still drink. പണ്ട് ഗുണ്ടായി ആയിരുന്നവൻ പിന്നെയും ഗുണ്ടായുസം കാണിക്കും. People who used to be thugs before, if they get an opportunity, they show that nature again. ഇതൊരു ഇമോഷണൽ ഇളക്കം മാത്രമായിരുന്നു. വിളക്കിനകത്ത് എണ്ണ വന്നു, പക്ഷേ ജീവിതത്തിലോട്ട് എണ്ണ കയറിയില്ല. For some people, it was just an
emotional move, they didn't have enough oil inside of them. ഇറങ്ങിപ്പോകുമ്പോൾ അവർ പഴയതുപോലെ ഇരിക്കും. So when they returned from the places of worship, they were still the same. ദൈവ സാന്നിധ്യത്തിന്റെ മൂന്നാമത്തെ അളവ്, The third measure of the presence of God, നമ്മുടെ അകത്തേക്ക് കയറുന്ന ദൈവ സാന്നിധ്യം. it is the presence of God that comes and abides ആ inside us. വ്യക്തിയുടെ വ്യക്തിത്വം മാറിക്കഴിഞ്ഞു. And the personality of such a person changes forever. യൂദ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവസരം വരണം. If you want to know who Judas truly is, the right situation need to arrive. പത്രോസ് ആരാണെന്ന് അറിയണമെങ്കിൽ അവസരം വരണം. If you want to know who Peter truly is, right situation needs to ഞാൻ arrive. ആരാണെന്ന് അറിയണമെങ്കിൽ അവസരം വരണം. If you need to know who really I am, the right situation needs to അകത്ത് arrive. വസിക്കുന്ന ദൈവ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. We need an indwelling presence of God within us. ഒന്ന് ലോകവ്യാപകമായ ദൈവ സാന്നിധ്യം. Firstly, a general presence of God that envelops the whole world. രണ്ട്, ദേവാലയങ്ങളിൽ ആരാധന സ്ഥലങ്ങളിൽ വെളിപ്പെടുന്ന ഘനീഭവിച്ച ദൈവ സാന്നിധ്യം. Secondly, a concentrated presence of God that manifests in the places of worship. മൂന്ന്, നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മെ വിശുദ്ധന്മാരാക്കുന്ന ഇൻഡ്വെല്ലിംഗ് ദൈവ സാന്നിധ്യം. Thirdly, an indwelling presence of God that comes and abides within us, that sanctifies us and makes us holy for Him. ഇതാണ് പാത്രത്തിലും കൂടെ എണ്ണ ഉണ്ടായിരിക്കുക. And this means that the lamps or the vessels had oil. എന്നെ ചേഞ്ച് ചെയ്യുവാൻ ദൈവ സാന്നിധ്യത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ആ സാന്നിധ്യം പ്രയോജനപ്പെട്ടില്ല. If the presence of God is not able to change my life, my nature, it's not doing any good to me. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ദൈവം സ്വയമായി ഒരിക്കലും ഒരു കാര്യവും ചെയ്യത്തില്ല. In the beginning, I reminded you that God never ever does anything on His own. പകരം ദൈവത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം തിരഞ്ഞെടുത്തവരെ ഏൽപ്പിക്കുകയാണ്. But whatever God wants to do, He chooses certain people to cooperate with Him and to do that. ആരെയാണ് ദൈവം ഏൽപ്പിക്കുന്നത്? Who does God entrust this job with? ദൈവിക കൃപ കൊണ്ടു നടക്കുവാൻ കൊള്ളാമെന്ന് തമ്പുരാൻ ഉറപ്പുള്ള പാത്രങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. God entrusts this task with people whom He knows that keep this oil intact within them. അതിന് താഴെയുള്ളവരെ എന്നെ ഏൽപ്പിക്കാറില്ല. God never entrusts anything else to people who are lower than that. തൽക്കാലത്തേക്ക് ആ സാന്നിധ്യത്തിൽ ചാടി എന്ന് വരാം. വിളക്കിൽ ദീപമുണ്ടായിരുന്നു. Some people had light once upon a time in their lives and they jumped and rejoiced in the presence of God for a while. Indwelling presence, അകത്തേക്ക് ദൈവ സാന്നിധ്യം കയറുമ്പോൾ വ്യക്തിയുടെ ജീവിതം രൂപാന്തരപ്പെടും. But when the indwelling presence of God comes upon a person's life, their life is being transformed. അതുകൊണ്ടും ആയില്ല. So it was not enough with that. ഞാൻ ആശയം ഒന്ന് തൊട്ടോട്ടെ. Let me get into that. ഞാനൊരു ഭക്തനായി അങ്ങ് ജീവിച്ചു എന്ന് വെക്കൂ. Just imagine that I lived a very saintly life. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പ്രയോജനം? So how will it benefit you? എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാം. I can go to heaven. നിങ്ങൾക്ക് എന്താ ഗുണം? But how does it benefit you? ഞാൻ സഭയ്ക്ക് പ്രയോജനമില്ലാത്തവനാണ്. I am not profitable for the church. പക്ഷേ സഭയിൽ സഫലനാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. But God wants me to be used in the church. അതിനുവേണ്ടി എന്ത് വേണം? So what do I need to do for ദൈവം that? എന്നെ ഏൽപ്പിച്ച ദൈവ സാന്നിധ്യം എന്റെ ശുശ്രൂഷയിൽ പ്രകടമാകണം. The presence of God needs to manifest that God has sent in my life through my ministry. ഇന്ന് ഒന്നാമത്തെ രാത്രിയാണ്. ഞാനിന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ഞാൻ കൃപാവരങ്ങളുടെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല. അതിന്റെ ഒരു പ്രധാന കാര്യം ടിനി ജോർജ് വരുന്നുണ്ട്. ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന ഞാൻ Tonight is the first night of the meeting. I won't be able to get into the manifestation of the gifts of the Holy Spirit. I'm just going to prepare you. The man of God, Tinu George, has been used mightily by God in that area, and I believe God will do that through him. In the coming days, you will see God move. And the presence of God that is dwelling inside of you needs to manifest outside. Only such people can shine for God. Arise and shine, for my light has come upon you. If God has entrusted me with the light, I need to arise and shine for Him. If I have to arise and shine, I need to keep intact the light that God has entrusted to me. I need to increase it in the grace of God. If you don't use your opportunities properly, delayed obedience is disobedience. God will never delight in that. Tonight, if you are discerning, understanding that it's your time, God is giving you a dual command. Arise and shine.
എഴുന്നേൽക്കാതെ പ്രകാശിക്കാൻ Once ഒക്കത്തില്ല. again, let me tell you, unless you arise, you won't be able to shine for ചിലരാ God. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ പ്രകാശിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. There are some people who decide that God, I'm just going to sit around, but you need to make me shine. അസാധ്യമായ ഒരു കാര്യമാണത്. It is impossible. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, Second thing, ദൈവം തെരഞ്ഞെടുക്കാത്തവനെ ദൈവം ഉപയോഗിക്കയില്ല. God will never use a person whom he has not chosen. എന്നോട് ചില സമയത്ത് എൻ്റെ ചർച്ചിലെ ആളുകള് ഇങ്ങനെയല്ല അങ്ങനെ വേണമെന്നൊക്കെ പറയാറുണ്ട്. In certain times in the history of our church, people have come up to me and said, Pastor, we need to do things in this way, not the way you are doing. ഞാൻ ഒരിക്കൽ പറഞ്ഞു, വാൾ അരയ്ക്ക് കെട്ടുന്നവൻ വാൾ അഴിച്ചു വെക്കുന്നവനെ പോലെ പറയരുതെന്നാ ബൈബിൾ പറയുന്നത്. And the Bible says that the person who has the sword with him should not speak like the one who doesn't have the sword. യുദ്ധം ജയിച്ച ശേഷം സംസാരിക്കും. You need to speak after you have received the victory. നീ ഒരു 2000-3000 അക്രൈസ്തവരെ സ്നാനപ്പെടുത്തിയേച്ച് അഭിപ്രായം പറയാൻ വാ. You can come and talk to me if you have led at least 2,000 or 3,000 people to the Lord, and I will receive your opinion. അതുവരെ ചുമ്മായിരി. Until then, please keep quiet. എഴുന്നേറ്റ് പ്രകാശിക്കേ. You need to rise up and shine. വെളിച്ചം വെളിയിലോട്ട് വരട്ടെ. Let your light come out. സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരുന്നത്, That is what the Lord desired for the church. അവർ യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിന്റെ They അറ്റത്തോളം പോകണം. need to go to Jerusalem, Judea, Samaria, and unto all the ends of the ഒരു world. വലിയ അളവിൽ അവർ ദൈവസാന്നിധ്യം പ്രകടമാക്കി. And they demonstrated the presence of God in a greater measure. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ പടിക്കലിരുന്നവനെ ഒറ്റ വലിക്ക് പത്രോസ് എഴുന്നേൽപ്പിച്ചു. Peter made the person standing in the gate called Beautiful in the temple of Jerusalem with a one shake. പക്ഷെ ദൈവിക പൂർണ്ണതയുടെ ഉദ്ദേശം അതുകൊണ്ട് തീർന്നില്ല, ലോകത്തിന്റെ അറ്റത്തോളം പോകുകയായിരുന്നു. But the wholeness of the commission of God was not completed over there. He wanted his message of gospel to be taken to the ends of the world. പത്രോസ് അത്രയും പോകുവാൻ തയ്യാറായില്ല. Peter was never ready to go beyond ഒരു his ദിവസം ദൈവം vicinity. പത്രോസിനെ വിശപ്പിച്ച് മാളികയെ കയറ്റി ഉറക്കി ദർശനം കാണിച്ചു. Once God took him to the upper room, gave him a vision, showed him a vision so that he can use him. തള്ളി ഉന്തി നിർബന്ധിച്ചും ദൈവം കൊർന്നല്യോസിന്റെ വീട്ടിൽ വരെ വിട്ടു. And God somehow pushed him to Cornelius' house. ഈ മനുഷ്യൻ വാ തുറന്നപ്പോഴത്തേക്ക് അവിടെ പരിശുദ്ധാത്മാഭിഷേകം വചനത്തോട് ചേർന്ന് The വ്യാപരിച്ചു. time this man, Peter, opened his mouth, the power of the Holy Spirit came upon that household. അവരെ സ്നാനപ്പെടുത്തി അയച്ചു പത്രോസ് തിരിച്ചു വന്നു. He baptized the household of Cornelius and returned. പത്രോസ് തിരിച്ചു വന്നപ്പോഴാണ് ഒരു പ്രശ്നം. When Peter came back, there is a problem. 5000-ഓളം യഹൂദന്മാർ ഇവിടെ There രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. are almost 5,000 Jewish people who have been saved at home. ജാതികളുടെ അടുക്കലേക്ക് പോകുന്നത് ഇവർക്ക് They താല്പര്യമല്ല. don't like the idea that Peter has gone to the Gentiles. കമ്പനി കൂടി പരാജയപ്പെട്ടവരിൽ ഒരുവനാണ് പത്രോസ്. Now Peter tried to go and adjust with the popular opinion, and he failed over there. 5000 പേരെ പ്രസാദിപ്പിക്കേണ്ടതിന് താൻ ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയി. And to please this 5,000 people in his church, he went away from God. യെരുശലേമിലെ സഭ പ്രകാശിക്കേണ്ടതുപോലെ പ്രകാശിക്കാൻ കഴിയാതെയായി. And because of that act of Peter, the church of Jerusalem was never able to shine for God the way he തണ്ടിന്റെ intended. മേൽ ഇരിക്കേണ്ടിയിരുന്ന വിളക്ക് പറയിൻ കീഴിൽ അകപ്പെട്ടു പോയി. This light that was supposed to shine on the top of the hill is now covered under the bushel. കൂടെ നിന്ന് കൂട്ട സഹോദരന്മാരെ പ്രസാദിപ്പിക്കുവാൻ ദൈവപ്രസാദത്തിൽ നിന്ന് വെളിയിൽ വന്നു. This man came out of the plan of God, out of the calling of God, so that he could please his fellow brethren. നേതാവ് തെറ്റിയതോടെ യെരുശലേമിലെ സഭ ദൗത്യത്തിൽ നിന്ന് പരാജയപ്പെട്ടു. Because their own leader Peter failed in his call of God, the church of Jerusalem failed. ദൈവമോ തന്റെ വിളിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും അനുതപിക്കുന്നില്ല. God never repents concerning his call and his righteousness. ദൈവം അന്ത്യോക്യയിലെ സഭയെ തിരഞ്ഞെടുത്തു. God chose a church named the Church of Antioch. ഒരിടത്ത് വെളിച്ചം നിന്നുപോയിടത്ത് വേറൊരു സ്ഥലത്തേക്ക് ദൈവം വെളിച്ചം When പകർന്നു. a light of God diminishes in certain place, God lights up another place for his glory. പത്രോസ് പരാജയപ്പെട്ട യെരുശലേമിൽ നിന്നും തന്റെ പൗലോസിനെ ദൈവം The അന്ത്യോക്യയിലേക്ക് അയച്ചു. place where Peter had failed in the city of Jerusalem, God raised a man named Paul for his glory. തന്റെ വെളിച്ചം ഒതുക്കി വെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God never wants his glory to be concealed. പൗലോസിനെ അവിടെ വെച്ച് ദൈവം വിളിച്ചു. ശൗലിനെ ദൈവം അവിടെ വെച്ച് വിളിച്ചു. And God called Saul to become Paul in that place. എന്റെ നാമം ജാതികളുടെയും രാജാക്കന്മാരുടെയും അടുക്കൽ എത്തിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമത്രയും നീ. And God said, you are a vessel in my hand so that I would reveal my glory and my light unto the kings and the nations. ഒരിക്കൽ യൂദ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. Once Judas was chosen for the task, അവന്റെ ജീവിതം ശരിയാകാഞ്ഞതിനാൽ അവൻ തകർന്നുപോയി. but because he didn't keep his life intact,
he strayed away from the call of God. പത്രോസ് അതിനു വേണ്ടി വന്നവനാണ്. Peter was also called for that. പാതി വഴി വന്ന ശേഷം താൻ നിന്നുപോയി. But in the midst of the way, halfway through, he stopped in his calling. ശൗലേ, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു താല്പര്യമുണ്ട്. Saul, I have a desire for your life. നീ തുടരുമാനമായി You ശോഭിച്ചുകൊണ്ടിരിക്കണം. need to keep shining for my name. ഞാൻ നിന്നെ ലോകത്തിന്റെ അറ്റത്തോളം അയക്കാൻ I പോകുകയാണ്. am going to take you to the ends of the world. ഞാൻ നിന്നെ ജാതികളുടെയും രാജാക്കന്മാരുടെയും അടുക്കൽ അയക്കും. I will send you among the nations and kings, എന്റെ വെളിച്ചം നീ അവർക്ക് പകരേണം. and you will reveal my light unto them. ശൗലിന്റെ ജീവിതത്തിലും കുറെ നാൾ യഹൂദന്റെ ഇടയിൽ കറങ്ങി. And Saul was also among the Jews for a while. അതിനെ തുടർന്ന് ദൈവം തനിക്ക് ഒരു ദർശനം കൊടുക്കുകയും തന്നെ ജാതികളുടെ ഇടയിലേക്ക് അയക്കുകയും After that, ചെയ്തു. God gave him a vision and sent him among the Gentiles. അന്ന് അറിയപ്പെട്ടിരുന്ന സകല ലോകത്തിലും അന്ന് അറിഞ്ഞിരുന്ന ലോകത്തിലൊക്കെയും താൻ സഞ്ചരിച്ചു. And following the vision and call of God, Paul traveled throughout the then known world. ഒടുവിൽ താൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം In കാത്തു. the end, he declares that I have fought the good fight. I have run my race. Now the crown is kept for me. ഓട്ടം തികയ്ക്കാത്തവന് വിശ്വാസം കാത്തതുകൊണ്ട് മാത്രം പോരാ. The people who has not completed the race, if they just kept their faith, it is of no good. ഓട്ടം തികച്ചെങ്കിലും നല്ല പോരാട്ടം തികച്ചില്ലെങ്കിൽ അർത്ഥമില്ല. Even though you complete your race, if you have not fought your fight well, it's of no good. ഘടകങ്ങൾ താൻ ഒരുമിച്ച് നിർവഹിച്ചു. He completed these three things properly. തന്റെ ഒടുവിലത്തെ വാചകങ്ങൾ യേശുവിന്റെ ക്രൂശിലെ വാചകത്തോട് ബന്ധമുള്ളതാണ്. And the three words finally he spoke is related to the words of Jesus. യേശു പറഞ്ഞു, നിവൃത്തിയായി, ഞാൻ എന്തിനു വേണ്ടി വന്നു, കാര്യം ചെയ്തിരിക്കുന്നു. Jesus said, it is finished. I have completed what I came to this earth to പൗലോസ് complete. പറഞ്ഞു, ഞാൻ ചെയ്തു, എന്നെ നിയമിച്ച കാര്യം ഞാൻ ചെയ്തു. Paul says in the end that I have completed every task that was entrusted to ഇവരുടെ me. എല്ലാം മേൽ ഓരോ ദിവസങ്ങൾ പ്രകാശം അടിച്ചതാണ്. And all these people that had mentioned, once upon a time the light of God had risen upon ശൗൽ them. മാനസാന്തരപ്പെടാൻ വേണ്ടി അല്ല യെരൂശലേമിൽ ദമസ്കോസിലേക്ക് Saul വന്നത്. never went up to Damascus to repent or confess. പത്രോസ് ശിഷ്യത്വത്തിന് വേണ്ടി അല്ല ഗലീലക്കടലിൽ എത്തിയത്. Peter never went up to the Sea of Galilee so that he could become a disciple. മോശ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ല പർവ്വതത്തിൽ എത്തിയത്. Moses never went up to the Mount of Sinai to become a servant of God. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അല്ല ബാംഗ്ലൂരിൽ എത്തിയത്. I never went to the city of Bangalore to become a gospel worker. നിങ്ങൾ രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും ആയിരിക്കത്തില്ല ഡാളസിൽ എത്തിയത്. Probably you never came to the city of Dallas so that you might be saved. പക്ഷേ ഇവിടെ വെച്ചാണ് ദൈവ സാന്നിധ്യം ഉണ്ടായത്, പ്രകാശം അടിച്ചത്. But it is over here that the presence of God was revealed to you. You received the light of God. ദൈവത്തിന്റെ സമയമായപ്പോൾ ഒരു വിളിയുണ്ടായി. When the time of God came, you received the call of God. എഴുന്നേറ്റ് പ്രകാശിക്കാ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Arise and shine because the light of God has come upon you. ഇരിക്കുന്നവന് പ്രകാശിപ്പാൻ കഴിയുകയില്ല. A person who is sitting can never shine for God. എഴുന്നേറ്റെങ്കിൽ പ്രകാശിക്കാതെ ഇരിക്കരുത്. If you rise up, you should shine for God. ഇന്ന് രാത്രിയിൽ ചിലരും കൂടെ ഞാൻ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുമെന്ന് പറയുമെങ്കിൽ, Tonight, if there are some people among in this crowd who will say, I will rise up and shine for God. എന്റെ സമയം ഞാൻ ഉപയോഗിക്കുമെന്ന് പറയുമെങ്കിൽ, If you say that I will use my times for God. മറക്കരുത്, സമയം ആർക്ക് വേണ്ടി കാത്തു നിൽക്കയില്ല. ഇന്ന് നാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. Let me remind you, time will not wait for you. So tonight is the right time. Submit yourself, surrender to be used by God. അങ്ങടിയന്റെ മേൽ അടിപ്പിക്കുന്ന ദൈവിക പ്രകാശത്തിന്റെ മുമ്പിൽ ഞാനൊന്ന് ലയിക്കട്ടെ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രകാശിക്കട്ടെ. Come on, let us confess tonight. God, I'm ready to be used by you. Let your light shine upon me. പാസ്റ്റർ ഷാജി ആദ്യമേ പറഞ്ഞു, it's a radiation, ദൈവത്തിന്റെ പ്രകാശത്തെ പ്രതിബിംബിപ്പിക്കുകയാണ്. And Pastor Shaji mentioned in the beginning that the radiance of God is shining the light of God everywhere. ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ അനേകരും ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ മേൽ ഉദിക്കാതെ നടുവിൽ ഒപ്പേക് മീഡിയങ്ങളായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രകാശം റേഡിയേറ്റ് ചെയ്യുവാൻ ദൈവത്തിന് ചിലതിന് ആവശ്യമുണ്ട്. When there are many people who in the past had risen up to shine for God, they are just standing as opaque mediums. Tonight, let me call unto you. Let us rise up to shine forth for അനേകത്തിന്റെ God. ജീവിതം മാതൃകയുള്ളതല്ല, അതൊക്കെയും ദൈവപ്രകാശത്തെ തടയുന്നതാണ്. Many people are not living a life that is a model or an example for other people. പക്ഷെ ദൈവ സാന്നിധ്യം റേഡിയേറ്റ് ചെയ്യുവാൻ ഇന്ന് നമ്മിൽ ചിലർ തയ്യാറായെങ്കിൽ കൊള്ളായിരുന്നു. But tonight I wish if there were some people among us who will make a decision that I will be a medium or a vessel that will radiate the life of God in this
light of God in this world. ദൈവം ഏൽപ്പിക്കുന്നിടത്ത് നിൽക്കുന്നവർക്ക് പ്രകാശിക്കുവാൻ കഴിയും, പ്രയോജനപ്പെടുവാൻ Only കഴിയും. those people who stay in the places where God has designated them for them to stay, they can shine for ഒരിക്കൽ God. ബാംഗ്ലൂർ പട്ടണത്തിൽ ദൈവം പ്രകാശിപ്പിച്ച പ്രകാശത്തിൽ കത്തിജ്വലിക്കുന്നവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. Once the glory of God that shine upon our church in Bangalore and the people who are part of it are being used by God in the various parts of this world today. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്ന് ജ്വലിച്ചുകൊണ്ടിരുന്ന അഗ്നിയിൽ കത്തിയവർ ഇന്നിവിടെ ഉണ്ട്. There are many people who are part of the fire of God, the glory of God that burned in places in India. The people who experienced that are in this city today. ഈ രാജ്യത്ത് ന്യൂയോർക്ക് പട്ടണത്തിൽ ഒരു നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. And I remember about a revival that happened in the city of New York. അതിന്റെ പ്രൊഡക്ട്സ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Tonight I praise God that some products of the revival are seated in this place tonight. പ്രകാശത്തിന് വേണ്ടി ദൈവം വിളിച്ചവരെ അനേക പ്രതിസന്ധികളുണ്ട്. ദൈവത്തെ ഓർത്ത് നേരെ നിൽക്കൂ, നമുക്ക് പ്രകാശിക്കാം. People of God, if you have been chosen by God to shine for Him, you will have problems and struggles before you, but you need to stand firm to shine for God. കണ്ണുകളടയ്ക്കാം, ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് ഞാൻ Let's close our eyes and pray. കർത്താവും ദൈവവുമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Our Lord and God, we praise you ഈ tonight. രാത്രിയിൽ വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിച്ച സമയത്തിനായി നന്ദി. I thank you for this time and opportunity that you allowed for me to talk to your people. വ്യക്തിജീവിതങ്ങളുടെ ഉള്ളറകളെ കണ്ടറിഞ്ഞ് സംസാരിച്ച ദൈവമേ, അവരുടെ ഉള്ളിൽ അങ്ങൊരു തീ കത്തിക്കുന്നതിനായി നന്ദി. God, I thank you that you are setting your fire ablaze in the lives of the people who heard your word tonight. ഇന്ന് രാത്രിയിൽ ഞാൻ അവരെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. Tonight I bless all these people in your name. അടുത്ത രാപകലുകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. The coming days and nights of this meeting, we give it into your ദൈവ hands. സാന്നിധ്യത്തിന്റെ ശക്തിയുടെ പ്രകടനശാലകളാക്കി ദൈവം ആ ശുശ്രൂഷകന്മാരെ ഉപയോഗിച്ചാലും God, I pray that you will use all the servants of God as beacons of light to shine for you. ഈ രാത്രിയിൽ തിരുമേനിയുടെ വചനം ഏറ്റെടുത്തവരെ ഞാൻ വീണ്ടും അനുഗ്രഹിക്കുന്നു. Tonight I once again bless all the people who received your word. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ വലിപ്പം അവരെ മൂടണമേ. Cover them with the greatness of your glory. ഈ ഓർഗനൈസേഷനെ ദൈവം അനുഗ്രഹിച്ചാലും, God bless this organization. ഈ ചർച്ചിനെ ദൈവം മാനിച്ചാലും, God honor this church tonight. എന്റെ ഓർഗനൈസേഷനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ In the അനുഗ്രഹിക്കുന്നു. name of Jesus, I bless this organization. ദൈവകൃപ അവരുടെ മേലിരിക്കണമേ. Let the grace of God rest upon them. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus, I pray. Amen.